Jesus. Praise the Lord. Hallelujah. ये आशीषित हुआ समय के लिए मैं परमेश्वर को धन्यवाद देता हूँ। ग्रेस गैदरिंग चर्च में ये बेथारी की मीटिंग आज जो चल रहा है, इसमें भाग लेने के लिए परमेश्वर मुझे दिया है आशीष के लिए धन्यवाद देता हूँ। मैं सबको स्वागत करता हूँ और मेरा शुभकामनाओं देता हूँ पास्टर, विश्वासियों, लीडर्स सभी को परमेश्वर के नाम से। आज की ഇന്ന് രാത്രിയിലെ വചന ധ്യാനത്തിനായി രണ്ട് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. आज रात की परमेश्वर का वचन की मनन करने के लिए हम दो वचन में हमारा जो ध्यान को हम लाने वाला है. ഒരാൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. एक जन खोलिए मत्ती की पुस्तक 16 अध्याय की 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഒരാൾ എടുത്തു വെക്കുക. 13 से 19 तक एक जन खोल के रखिए. ഒരാൾ എഫെസ്യ ലേഖനം, एक जन एफिसियों की पत्री 2-ാം അധ്യായം, दूसरा अध्याय 20 മുതൽ 20 से लेकर 22 വരെയുള്ള ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും. 22 वचन तक पढ़िएगा. നമുക്ക് ആദ്യം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക്. पहले हम आएंगे मत्ती 16 में. വായിച്ചു. ബെറിയനായ ശീമോനെ, ആ ആ ആ ആ ആ. അടുത്ത വാക്യം കൂടെ. ആ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും ആ ആ ആ ആത്മാവിനാൽ എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് പണിയുന്നു. യേശു പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. परमेश्वर कहता है मैं मेरी कलीसिया को बनाएंगे. പരിശുദ്ധാത്മാവ് ആ പണി പൂർത്തീകരിക്കും. पवित्र आत्मा वो काम को पूरा करेगा. അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്തിട്ട് പറഞ്ഞേ, जो बगल में बैठे हुए व्यक्ति को हाथ देकर बोलिए, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കാതെ, पवित्र आत्मा के साथ चलने के बिना ഒരു പണി നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. एक भी काम आपके जीवन में नहीं हो पाएगा. हालेलुया, ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. हालेलुया, आमेन. കാൽവറി ക്രൂശിൽ യേശു കർത്താവ് പറഞ്ഞു, സകലതും നിവൃത്തിയായെന്ന് പറഞ്ഞു. काल्वरी क्रूस पर यीशु मसीह ने कहा है सब कुछ पूरा हो गया है. പക്ഷെ ഇതുവരെയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിവൃത്തിയായെന്ന് പറഞ്ഞിട്ടില്ല. लेकिन पवित्र आत्मा की काम अब तक
ऐसे नहीं कहा है कि पूर्ण हो गया है। ഞാൻ യേശുവിനെ കുറച്ച് പറയുമല്ല, मैं ऐसे नहीं कह रहा हूं कि यीशु मसीह को थोड़ा नीचे दिखा के नहीं कह रहा हूं। യേശു കാൽവറി ക്രൂശിൽ ചെയ്ത പ്രവർത്തികൾ, यीशु मसीह जो काल्वरी क्रूस पर जो किया है सारे काम പരിശുദ്ധാത്മാവ് നമ്മളിൽ കൊണ്ടുവരികയാണ്. पवित्र आत्मा हमारे ऊपर लाने वाला है। ആരൊക്കെ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുമോ, जो भी परमेश्वर पवित्र आत्मा के साथ चलूंगा, അവരുടെ മേലെല്ലാം उन्हीं सब के ऊपर യേശു ചെയ്ത വർക്ക് അവരുടെ മേലിറങ്ങും. यीशु मसीह का जो वादा वैसे पूरा होने वाला है। हालेलुया, हालेलुया। കാൽവറി ക്രൂശിൽ काल्वरी क्रूस पर രോഗസൗഖ്യം വന്നിട്ടുണ്ട്. बीमारी का चंगाई आ चुका है। കാൽവറി ക്രൂശിൽ काल्वरी क्रूस पर ശാപം പൊട്ടിയിട്ടുണ്ട്. श्राप टूट गया है। കാൽവറി ക്രൂശിൽ काल्वरी क्रूस पर നിന്റെ ദാരിദ്ര്യം മാറിയിട്ടുണ്ട്. आपकी गरीबी खत्म हो गया, പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. लेकिन अब तक हमें नहीं मिला। എന്തുകൊണ്ടാ? क्यों? കൂടം നടക്കേണ്ട വ്യക്തിയുടെ കൂടെ നടക്കുന്നില്ല. जिनके साथ आप साथ साथ चलना है उनके साथ अब तक आप नहीं चल पाया, इसी वजह से। കുറച്ചുകൂടെ പറഞ്ഞാൽ, और थोड़ा और आगे कदम रख के बोलोगे, ഈ വിടുതലുകൾ മുഴുവൻ കൊണ്ടുവരേണ്ട വ്യക്തിയുടെ കൂടെയല്ല നിങ്ങൾ നടക്കുന്നത്. सारे छुटकारा जिन व्यक्ति के द्वारा आने वाला है, लाने वाला है, इन्हीं के साथ आप लोग नहीं चलता। ഈ സമയം മുതൽ अब से നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്നു തുടങ്ങിയാൽ, आप पवित्र आत्मा के साथ साथ चलना शुरू करोगे तो യേശു കാൽവറിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ यीशु मसीह जो कुछ काल्वरी क्रूस पर അത് മുഴുവൻ നിന്റെ കരങ്ങളിൽ വരും. वो सब कुछ आपके हाथों में आएगा। വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് अगर विश्वास करते तो दोनों हाथों में मिलाकर थाली ശബ്ദമുയർത്തി, അന്യഭാഷയുള്ളവർ അന്യഭാഷകളിലോ अन्य भाषा ഓ സ്തോത്രമോ പറഞ്ഞുകൊണ്ട് आमेन। ഈ മിനിറ്റിൽ അതൊന്ന് സ്വീകരിച്ചു തുടങ്ങിയാട്ടെ. इसी वक्त स्वीकार करके वो परमेश्वर को स्तुति करिए। നിങ്ങൾക്കറിയാമോ, आपको पता है പിതാവിന്റെ ആകർഷണമാണ് നിങ്ങളിൽ ആദ്യം വരുന്നത്. परमेश्वर की जो आकर्षण है पहली बार आपके अंदर आते हैं। നിങ്ങളൊരു വാക്യം എടുത്ത് യോഹന്നാന്റെ സുവിശേഷം एक वचन खोलिए, 6-ാം അധ്യായം 6 अध्याय യോഹന്നാന്റെ സുവിശേഷം यूहन्ना की सुसमाचार 6-ാം അധ്യായം 6 अध्याय 44-ാമത്തെ വാക്യത്തിലേക്ക് വാ. 44 वचन। പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും, യേശു പറയാണ്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അരികിൽ വരുവാൻ പറ്റില്ല. बिना पिता के आकर्षण मिले कोई भी मेरे पास नहीं आ सकता है। आमेन, हालेलुया। തൽക്കാലം ഇതാണ് സ്വർഗീയ പിതാവ്. एक दृष्टांत के लिए अब के लिए है स्वर्गीय पिता। ഇവിടെ ഉള്ളവരെല്ലാം നിന്റെ ശത്രുക്കളാണോ? അവർക്കൊരു സന്തോഷമില്ല. तो सारे जो बैठे हैं तो आपके दुश्मन है कि कोई भी मुस्कुराते नहीं आपको देखकर? മുത്തെ കയ്യൊന്ന് അടിച്ചിട്. ഇത് തൽക്കാലം സ്വർഗീയ പിതാവ്. अब के लिए स्वर्गीय पिता की एक दृष्टांत है। യേശു പറയാണ്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ यीशु मसीह कहता है बिना पिता की आकर्षण എന്റെ അരികിൽ ആർക്കും വരാൻ പറ്റത്തില്ല. कोई भी मेरे पास नहीं आ सकता है। അടുത്തിരിക്ക് അരങ്ങെടുത്ത് പറഞ്ഞേ, പിതാവ് എന്നെ ആകർഷിച്ചിട്ടുണ്ടെന്ന് പറ. हाथ देकर बोलिए, पिता मुझे आकर्षित किया है। എങ്ങനെ ആകർഷിക്കുക എന്നൊക്കെ പറയുന്നേ? कैसे आकर्षित होते हैं? നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാ വിളിക്കുന്നേ? कैसे हम बच्चों को बुलाते हैं? ലോലിപ്പോപ്പ് ഒക്കെ കാണിച്ച് വിളിക്കത്തില്ലേ? मिठाई देकर बुलाते हैं, അല്ലേ? പൂ കാണിച്ച് വിളിക്കത്തില്ലേ? जो जो फूल देकर बुलाते हैं। ഇതുപോലെ പിതാവ് എന്നെ ആകർഷിക്കും. जैसे पिता भी मुझे आकर्षित करते हैं। ഇത് യേശു കർത്താവാണ്. ये यीशु मसीह है। ഈ പിതാവിനൊരു ബലമില്ല. എടാ മുത്തേ, നീ പിതാവാണ്, സർവശക്തനാണെന്ന് ഞങ്ങളിപ്പോ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിതാവ് എന്നെയും കൊണ്ട് എവിടെ കൊണ്ടുചെല്ലും? पिता मुझे लेकर कहां ले जाओगे? പുത്രന്റെ അരികിൽ കൊണ്ടുവരും. पुत्र के पास। പക്ഷെ പുത്രൻ ചെയ്യുന്ന ഒരു പരിപാടി അറിയാമോ? लेकिन पुत्र क्या करते हैं? നിങ്ങൾ അതേ അധ്യായം തന്നെ उसी अध्याय 37-ാമത്തെ വാക്യത്തിലേക്ക് വാ. 37 की वचन आप पढ़िए। പിതാവ് തരുന്നതൊക്കെ ആരടുക്കൽ വരും? യേശുവിന്റെ അരികൽ വരും.
ശ്രദ്ധിച്ച് നിങ്ങൾ ഈ രാത്രി പഠിക്കണം. जो भी पिता देते हैं सब कुछ हमारे अंदर आते हैं. അപ്പൊ പിതാവ് ആകർഷിച്ചുകൊണ്ട് എനിക്ക് രക്ഷിക്കപ്പെടാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. मैं उद्धार पाने के लिए बिल्कुल तैयार नहीं था, बिल्कुल पसंद नहीं कर रहा था. തൽക്കാലം ഞാൻ പിതാവാകാം. अब के लिए तो थोड़ा चेंज है, मैं पिता बन जाएंगे. बैठिए. ഇദ്ദേഹത്തിന് രക്ഷിക്കപ്പെടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ये व्यक्ति को उद्धार पाने के लिए बिल्कुल तैयार नहीं था, पसंद नहीं था. പിതാവ് എന്നാ ചെയ്തെന്നറിയാമോ? पिता क्या किया था? പിതാവ് ഇദ്ദേഹത്തെ വലിച്ചുകൊണ്ട് വരുക. पिता उनको खींच के लाया. എന്ത് ചെയ്തു? വലിച്ചുകൊണ്ട് വരുക. खींच के लाया. എവിടെ കൊണ്ടുവന്നു? कहां ले आया? പുത്രന്റെ അരികിൽ കൊണ്ടുവന്നു. पुत्र के पास ले आया. आमेन, हालेलुया. പുത്രന്റെ അരികിൽ വന്നിട്ടും पुत्र के पास आने के बावजूद भी ഇദ്ദേഹത്തിന് ഒരു ചലനമില്ല. इनके अंदर बिल्कुल हिलना नहीं होता है. നിങ്ങൾ ചിരിക്കണ്ട. എന്താ കാരണം എന്നറിയാമോ? क्यों ऐसे? നിങ്ങൾ 1 കൊരിന്ത്യർ എടുത്തേ. कारण मैं बताता हूं. पहले कुरिन्थियों में 12-ാം അധ്യായം 12 अध्याय 3-ാം വാക്യം 3रा वचन. हालेलुया. ഒരു മഹിമയും മേഘം. പറഞ്ഞു. ആ ആ ആ പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയുവാൻ ഇദ്ദേഹത്തെ പിതാവ് എവിടെ കൊണ്ടുവന്നു? इनको पिता कहां ले आए? പുത്രന്റെ അരികിൽ കൊണ്ടുവന്നു. पुत्र के पास. ഇനി പരിശുദ്ധാത്മാവ് अब पवित्र आत्मा ഇദ്ദേഹത്തിന്റെ അകത്ത് इनके अंदर താല്പര്യം കൊടുക്കും. एक इच्छा देंगे. ഇദ്ദേഹമാണ് എന്റെ രക്ഷകൻ. यही होगा मेरे എന്റെ കൂടെ ഉണ്ടോ? उद्धार देने वाला. നിങ്ങൾ പോലും അറിഞ്ഞില്ല. आपको भी नहीं पता था. രക്ഷിക്കപ്പെട്ടപ്പം उद्धार पाते वक्त പിതാവും पिता, പുത്ര पुत्रन, പരിശുദ്ധാത്മാവും वो पवित्र आत्मा, ഇവരും മൂവരും നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചത്. इन तीनों चीज एक साथ मिलकर आपके लिए काम किया था. നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? आप बोले थे मुझे कोई नहीं, ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞില്ലേ? मैं अकेला हूँ. ഇന്ന് രാത്രി സത്യം മനസ്സിലാക്ക്. आज ये सच्चाई को जान लीजिए. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും पिता, पुत्र और पवित्र आत्मा നിന്റെ കൂടെ നടന്ന് तुम्हारे साथ चलकर, നിന്റെ കൂടെ പ്രവർത്തിച്ച് तुम्हारे साथ काम करके സ്വർഗീയ സകല അനുഗ്രഹങ്ങളും आत्मिक सारे स्वर्गीय आशीषों से, സ്വർഗത്തിലെ സകല വിടുതലുകളും सारे छुटकारा से, സ്വർഗീയ മുഴുവൻ അനുഭവങ്ങളും सारे अनुभवों से നിനക്ക് പകരാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. आपको देने के लिए तैयार होकर खड़ा है. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കരമടിച്ച് സ്വീകരിച്ചു. थाली बजा के विश्वास करता है तो ഇന്ന് രാത്രി പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ് നീ ഇതിനകത്ത് ഇരിക്കുന്നത്. आज रात विश्वास करिए, समझ लीजिए पिता, पुत्र और पवित्र आत्मा की प्रक्रिया क्रिया की वजह से आप आज इधर बैठे हैं. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾക്കറിയാമോ നിങ്ങൾ എവിടെയാ വന്നിരിക്കുന്നെന്ന്? आपको पता है आप कहां पर आप आया हूं? പിതാവ് पिता, പുത്ര पुत्र പരിശുദ്ധാത്മാവിന്റെ और पवित्र आत्मा ആ കവറിങ്ങിനകത്താ നിങ്ങൾ ഇരിക്കുന്നത്. इनकी कवरिंग कवच के अंदर आप आया है. എടാ മുത്ത മോനെ ഓടി വന്നേ ഓടി വാ. കം 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 കം. മോനോട് വരാ അവിടെ. യെസ്. കേറിക്കടാ. ഇവിടെ കയ്യിൽ പിടിച്ചേ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്, पिता, पुत्र और पवित्र आत्मा, ഇവരും മൂവരും ये तीनों मिलकर കവറിങ്ങിനകത്താ ഞാൻ നിൽക്കുന്നത്. एक कवच बना के मुझे खड़ा कर दिया. പിതാവ് ആകർഷിച്ചു, पिता ने आकर्षण दिया, പുത്രൻ പിടിച്ചു വെച്ചു, पुत्र ने मुझे कब्जा किया, പുത്രൻ സംരക്ഷിക്കുവാണ്, पुत्र सुरक्षा दिया मुझे. പരിശുദ്ധാത്മാവ് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. पवित्र आत्मा मुझे हमेशा उत्साहित करते जा रहा था. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ അകത്ത് നിന്നുകൊണ്ട് पिता, पुत्र, पवित्र आत्मा के बीच खड़े होकर
राम श्याला പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ കവറിങ്ങിൽ ഞാനുണ്ട്. मैं पिता पुत्र पवित्र आत्मा की कवच के बीच में है. പക്ഷെ ഒരു കൊച്ചു ചോദ്യം, मेरे अंदर एक छोटा सा सवाल. അപ്പൊ കൂടോത്രം വന്നാലോ? तब तो जादू टूना आएगा तो क्या करोगे? ഇതിന്റെ കവറിങ്ങിനകത്ത് നിൽക്കുമ്പോൾ जब मैं इस एक कवच के अंदर खड़े होते हैं, ഏത് മന്ത്രവാദമാണ് നമ്മളെ പിടിക്കുന്നത്? कौन से जादू टूना आपको पकड़ लेगा? ഈ കവറിങ്ങിനകത്ത് നിൽക്കുമ്പോൾ जब आप एक कवच के अंदर रुकते हैं, ഏത് ലൂസിഫറാ നിന്നെ തല്ലാൻ വരുന്നേ? कौन सी शैतान लूसीफर आपको मारने ഇന്ന് आएगा? സത്യം തിരിച്ചറിയുക. आज इस सच्चाई को जान लीजिए. ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും या इस दुनिया की एक की भी शक्ति को നിന്നെ തൊടാൻ പറ്റാതെ വണ്ണം तुमको छूने से अधिकार नहीं. ഒരു അസാധാരണമായ വലയം നിന്നെ ചുറ്റുന്നുണ്ടെന്നുള്ളത് एक असाधारण कवच आपकी चारों तरफ घूम रहा है. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി अगर आप विश्वास करते हैं, വ്യാപരിക്കുന്ന ശക്തിയുടെ അത്യന്ത വലിപ്പം ये शक्ति की अनंत अनंत सीमा. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ കൈയടി പോരാ, ശബ്ദമുയർത്തി മഹിമയും മേഘം. ഇവിടെ ത്രിത്വത്തിലെ മൂന്നാമൻ ഇവിടെ ഉണ്ട്. ഇന്ന് പലതും നിങ്ങളോട് അവൻ പറഞ്ഞു തരാൻ പോവുക. आज रात को भी ये सच्चाई को आपको बताने वाला है. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നടക്കുമ്പം आपको पता है कि जब आप चलते हैं, ഈ മൂവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. ये तीनों आपके साथ साथ चल रहा है. നിങ്ങൾ അടുക്കളയ്ക്കകത്തിരിക്കുമ്പം जब आप किचन में बैठते ഈ हैं, മൂവരും നിന്റെ കൂടെ അടുക്കളയിലുണ്ട്. तीनों आपके साथ किचन में है. നീ ബൈക്കിൽ പോകുമ്പം जब आप बाइक चलाते हैं, ഈ മൂവരും ബൈക്കിലുണ്ട്. ये तीनों आपके साथ बाइक के साथ साथ है. നീ ഡ്രൈവ് ചെയ്യുമ്പം जब आप गाड़ी ഈ चलाते हैं, മൂവരും കൂടെ ഉണ്ട്. ये तीनों आपके साथ നീ साथ है. പരീക്ഷ എഴുതുമ്പം जब आप एग्जाम ഈ लिखते हैं, മൂവരും കൂടെ ഉണ്ടെന്ന്. ये तीनों आपके साथ है. ലാബ്രാ ബാബാ ശേഖരാ ബലാബ്രാ കഷൻറാ ലേഖമാനാസിയംദല. ഇതിനകത്ത് ശക്തി ഇറങ്ങിക്കഴിഞ്ഞു. ഇതിനകത്ത് ശക്തി ഇറങ്ങിക്കഴിഞ്ഞു. ഇതിനകത്ത് ശക്തി ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് ചിലതിനെ തൊടുകയായ യേശുവിന്റെ നാമത്തിൽ വിലകാന മേഘം നീ, ഉൻസെല്ലു മേഘം നീ, വിലകാത മേഘം നീ, ഉൻസെല്ലു മേഘം നീ. ഹല്ലേലൂയ. हालेलुया. എന്റെ കുഞ്ഞുങ്ങളെ എവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ? നിങ്ങൾക്ക് മനസ്സിലായ ഇവരെ ഞാനിപ്പം വിടും. अगर आपको समझ में आएगा तो मैं इन लोगों को तुरंत छोड़ने എന്റെ वाला. പിള്ളേർ കൈ കഴിച്ച് ഇവിടെ നിൽക്കുക. उनको हाथ दुख रहा है. എന്തിനാണെന്നറിയാമോ? किस लिए? നമ്മുടെ തലയ്ക്കകത്ത് ഇത് കേറണം. आज आपको समझाने ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടണം. एक जैसे एक നിങ്ങളുടെ കണ്ണുകൾ തുറക്കണമെന്ന് वैसे നിങ്ങളെ അന്ധമാക്കി വെച്ചിരിക്കുന്ന, आपको നിങ്ങളെ അന്ധതയ്ക്കിട്ടിരിക്കുന്ന आपको अंधे की अंदर बना के रखा हुआ है. ആദ്യം മാറണം. वो आज वो चीज आपके अंदर से निकलना चाहिए. ഒരു ആമേൻ പറ. एक आमीन बोलिए. എന്റെ ചോദ്യം, मेरी सवाल, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് पिता पुत्र पवित्र आत्मा, ഇവരുള്ളത് സ്വർഗമാണോ? जो जहाँ पर ये लोग रहते हैं वो स्वर्ग എത്ര है പേര് कि नहीं? വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? അങ്ങനെയുണ്ട് നിങ്ങൾ എവിടെ ഇരിക്കുന്നേ? अगर ऐसे है तो आप कहाँ पर है? അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, इसलिए पौलुस ने कहा, നിങ്ങൾ तुम പിതാവ് आप लोग യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് എവിടെ ഇരിക്കുക? आप परमेश्वर यीशु मसीह के साथ जी उठकर कहां पर बैठे हैं? स्वर्ग स्थल में. സ്വർഗ സ്ഥാനങ്ങളിൽ അവൻ നമ്മെ ഇരുത്തിയിരിക്കുന്നു. എന്റെ അടുത്ത ചോദ്യം, ഇവര് മൂവരും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ अगर तीनों आपके साथ है तो ദൂതന്മാരെന്തിയെ? दूधों कहां पर है? आमीन. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് കൂടെ ഉണ്ട്. पिता पुत्र पवित्र आत्मा तीनों आपके साथ है. അപ്പൊ ദൂതന്മാരെന്തിയെ? तो कहां दूधों कहां पर है? അവരും താഴെ ഉണ്ടെന്ന്. वो भी आपके नीचे है. ഓ, നിങ്ങൾ നടക്കുമ്പോൾ മുഴു സ്വർഗവും മൂവ് ചെയ്യുന്നുണ്ട്. जब आप चलते हैं
पूरा स्वर्ग आपके साथ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത് സ്വർഗതലത്തിലാണെന്ന്. जब आप प्रार्थना के लिए बैठोगे നിങ്ങൾ സഞ്ചരിക്കുന്ന സ്വർഗം കൊണ്ടാണെന്ന്. आप चलते हैं स्वर्ग के साथ साथ. ഇന്ന് രാത്രി आज रात നിങ്ങൾ ഒരു പൈശാചിക മണ്ഡലത്തിന് നേരെ യുദ്ധം ചെയ്യാൻ തുടങ്ങുമ്പോൾ जब आप एक शैतानिक मंडल से युद्ध करना शुरू करोगे നീ ഒറ്റയ്ക്കല്ല, आप अकेले नहीं हैं. മുഴു സ്വർഗവും നിന്റെ കൂടെ ചലിക്കുക. पूरा स्वर्ग, पूर्ण स्वर्ग आपके साथ है. ദൂതന്മാർ നിന്റെ കൂടെ ചലിക്കുന്നുണ്ട്. स्वर्ग दूतों आपके साथ चल रहा है. ഞാൻ ഇവിടെ നിൽക്കാനുള്ള ധൈര്യം എന്നാണെന്നറിയാമോ? आज मैं आपके सामने खड़े होने के लिए मेरे अंदर ताकत कहां से आई? ഇവരെല്ലാം എന്റെ കൂടെ ഉണ്ട്. क्यों ये सब मेरे साथ है? ഇന്ന് ഇനി പറയരുത് ഞാൻ പരാജയമാണെന്ന് പറയരുത്. अब से मत बोलिए आप एक पराजय के कारण ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയരുത്. आप अकेले नहीं है, ऐसे मत बोलिए. നിന്റെ കൂടെ മുഴു സ്വർഗവും ഇറങ്ങിയിട്ടുണ്ട്. आपके साथ पूरा स्वर्ग है. നിന്റെ കൂടെ ശക്തിയുള്ള ദൂതന്മാരുണ്ട്. आपके साथ सामर्थ्य स्वर्ग दूतों है. ഓ ലാബ്രഖബ ശഖമ വിശ്വസിക്കുന്നവരെ കരമടിച്ചൊന്ന് കർത്താവിനൊരു മഹത്വം കരേറ്റുന്നേ. ശഖഖമലരക ദുനിയാ ധനേ സിയാധരലവന സിയാധരലവന ശോയാ. ഓ ശിഖമമമമമ സഖിരഗമാനഗസ്യംദല. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്നാണെന്നറിയാമോ? जो काम हम करते क्या है? 91ാമത്തെ സങ്കീർത്തനം 91 का भजन संगीता വായിച്ചിട്ട് पढ़ने के बाद ഇത് തലയിൽ വെച്ച് കിടന്ന് ഉറങ്ങും. हम तकिया के नीचे रखे हम सोते हैं. आमेन, हालेलुया. ആ 91ാം സങ്കീർത്തനം മനസ്സിലായാൽ മതി, अगर ये 91 का जो भजन संगीत आपको समझ में आए तो നമ്മൾ രക്ഷപ്പെടും. आप बच जाएगा. അതിനകത്ത് എഴുതിയിരിക്കുന്നത് इसमें लिखा है ഞാൻ मैं അത്യുന്നതന്റെ മറവിലാണെന്ന. स्वर्ग प्रधान की छांव पर है. आमेन. എന്റെ കൂടെ ഉണ്ടോ? हालेलुया. എടാ, അത്യുന്നതന്റെ മറവിൽ നിൽക്കുന്ന നിന്നെ ആരെങ്കിലും തൊടുവോ? मैं स्वर्ग की परम प्रधान की छांव में है, तुमको कोई छूने के लिए आएगा क्या? ആദ്യം എന്നെ അല്ല കാണുന്നെന്ന്. पहले जो दुश्मन मुझे नहीं देखते, ആദ്യം അത്യുന്നതനെയാ കാണുന്നത്. स्वर्गीय प्रधान को देखते हैं. അത്യുന്നതനെ തൊട്ടതിന് ശേഷം മാത്രമേ परम प्रधान को छूने के बाद നിന്റെ നേരെ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. आपके ऊपर वो हाथ रख सकता है. ഇന്ന് രാത്രി आज रात ഈ ശക്തി തിരിച്ചറിഞ്ഞാൽ, इस सामर्थ को आप समझते हो, ഈ സത്യം തിരിച്ചറിഞ്ഞാൽ ये सच्चाई को जान लोगे, നിന്റെ ജീവിതം ജയത്തിൽ നിന്നും ജയത്തിലേക്കായിരിക്കും. आपकी जीवन जय से जय पाए के जाएंगे. നീ ഒരിക്കലും പരാജയപ്പെടത്തില്ല. कभी भी हारेगा नहीं. നീ ഒരിക്കലും കരയത്തില്ലെന്ന്. आप कभी भी रोएगा നീ नहीं. ഒരിക്കലും തളരത്തില്ല. आप कभी भी थकेगा नहीं. കാരണം നീ പറയും ഞാൻ അത്യുന്നതന്റെ മറവിലാണ്. कि आप बोलेगा मैं स्वर्गीय परम प्रधान की हालेलुया. छांव पर है. ഓ, हालेलुया. നിങ്ങളുടെ ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയാമോ? आपकी ये जगह के नाम क्या है? ധനു വെച്ച് പുരവെന്നല്ലേ? धनवचपुरम. ആയുധം വെച്ച സ്ഥലമെന്നല്ലേ? जहाँ पर हथियार को ഞാൻ പോവാ ഇന്ന് सौंप दिया. ഇതിൽ എന്നെ വീട്ടിൽ വിട്ടേര്. ഈ പേരെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, अगर आपको कम से कम ये शब्द, ये आपकी जगह की शब्द की अर्थ നിങ്ങൾ ഇവിടെ समझ में സന്തോഷിച്ചാനായിരുന്നു. आप खुश हो जाते. ഞാൻ ആ മുറിയിൽ ഇരുന്നുകൊണ്ട് मैं जो मुझे आराम करने के लिए दिया कमरा, പരിശുദ്ധന്മാരോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. पवित्र ने मुझसे कहा कि प्रार्थना करने के लिए. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പാസ്റ്റർ. मैं बहुत थक गए थे. 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. 9:30 बजे सुबह मैं घर से निकला था. ഉറങ്ങാൻ വേണ്ടി വന്നതാ. मैं यहाँ आके सोने के लिए आया था. പരിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. पवित्र ने मुझसे प्रार्थना करने के लिए. എന്നിട്ട് പരിശുദ്ധന്മാർ എന്നോട് പറഞ്ഞു ഈ സ്ഥലത്തിന്റെ പേര് നീ വായിക്കാൻ പറഞ്ഞു. पवित्र ने मुझसे कहा कि आप इस जगह के नाम पढ़ो. ഞാൻ കുറച്ചു നേരം വായിച്ചു. मैंने कुछ टाइम वो पढ़ा. എനിക്ക് മനസ്സിലാകുന്നില്ല. मुझे समझ में नहीं आया. കർത്താവ് പറഞ്ഞു നെറ്റിൽ പോയി നോക്കടാന്ന് പറഞ്ഞു. पवित्र ने मुझसे कहा कि इंटरनेट पर അന്നാരം सर्च അവിടെ करो. എഴുതി വെച്ചിരിക്കുന്നു इसी में ऐसे लिखा है ആയുധം വെച്ച സ്ഥലമെന്ന്. ये जगह है जहाँ पर ओ, हथियार निकला को जोड़ीला. समर्पण किया है. നിങ്ങൾ ഇരിക്കുന്നിടം തന്നെ പിശാച് ആയുധം വെച്ചതാണെന്ന്. जिस जगह पर आप बैठा है उसी ആയുധം വെച്ച് കീഴടങ്ങിയ സ്ഥലത്ത് जहाँ पर സഭ ഇന്ന് പണിയപ്പെടുകയാണ്. the name of Jesus. शाबादा हस्तीनिया
പിശാചായുധം വെച്ചെടുത്ത് ദൈവസഭ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. അത് മനസ്സിലാകുന്നില്ലേ? ये भी आपको समझ में नहीं आ रहा है. ഹല്ലേലൂയ. हालेलुया. നമ്മൾ സത്യം അറിയുകയും हम सच्चाई को जान लिया. സത്യം നമ്മൾ എന്ത് ചെയ്യും? सच्चाई हमें സ്വതന്ത്രമാക്കും. स्वतंत्र करेगा. ഇന്ന് അറിയാവുന്ന സത്യം ഞാൻ നിങ്ങളോട് അങ്ങ് പറയുക. मैं जो भी सच्चाई मुझे जानते हैं मैं आपको बताता हूँ. നിങ്ങൾ സത്യം അറിയുന്നില്ലെങ്കിൽ अगर आप सच्चाई को नहीं जानेगा ഈ ചെകുത്താൻ നിങ്ങളെ ഇട്ട് വട്ട് കളിപ്പിക്കും. ये शैतान आपको पागल बनेगा. പാസ്റ്റർ, എത്ര കുഞ്ഞുങ്ങളുണ്ട്? പാസ്റ്റർ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? പാസ്റ്റർ കുഞ്ഞിന് 2 വയസ്സേ ഉള്ളൂ. पास्टर के बेटी को 2 साल की उम्र है. ഞാൻ ആ കുഞ്ഞിനോട് പറയുക, मैं वो बच्चे से कहते हैं ആ വീട്ടിലെ TV എന്റേതാണ്. वो टीवी मेरा है घर की. അപ്പൊ കുഞ്ഞ് കരയാൻ തുടങ്ങും. वो रोना शुरू करेंगे. പപ്പ പപ്പ പറ പപ്പ, അത് നമ്മുടേതാന്ന് പറയാൻ പറയും. पापा पापा बोलो ये हमारा है. അവന്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് സന്തോഷം കൂടും. जब उनका रोना को देखते हैं मुझे और आनंद खुश हो जाता है. ഞാൻ പറയാം കാർ എന്റേതാന്ന് പറയും. बोलेगा कि वो कार मेरा है. അപ്പൊ അവൻ വീണ്ടും കാറും. वो फिर और रोना शुरू करेगा. അപ്പൊ ഞാൻ ആ വീടിന് ചുറ്റും നടന്നിട്ട് പറയും ഈ വീട് എന്റേതാന്ന് പറയും. फिर मैं बोलेगी कि मैं ये पूरा घर मेरा അപ്പൊ അവൻ വീണ്ടും കാറാൻ തുടങ്ങും. वो तो और रोना शुरू करेगी. ഇവന്റെ കാർച്ചയാണ് എന്റെ എനർജി. उनका जो रोना है मेरे ताकत. ഞാൻ 20 വർഷം കഴിഞ്ഞാ പിന്നീട് ഇങ്ങോട്ട് വരുന്നത്. 20 साल के बाद में वापस आता है. ആ കുഞ്ഞിന് അപ്പൊ 20 വയസ്സായി. तब वो बच्चे का उम्र होगा 20 उम्र. 2 വയസ്സിൽ ഞാൻ ഇവനെ കളിപ്പിച്ചു. जब वो 2 साल की थी तब मैंने उनको बहुत അതിനുശേഷം ഞാൻ 20 വർഷം വരുമ്പോ ഇപ്പൊ 22 വയസ്സായില്ലേ അവന്. फिर 20 साल के बाद जब आओगे तो उनका उम्र होगी 22. പഴയ ആയുധമായിട്ട് എടുത്തോണ്ട് വന്നു. पहले हथियार पुराना हथियार को लेकर मैं आया. ആ TV എന്റേതാണ്. वो टीवी मेरा है. അവനൊരു നോട്ടം നോക്കും. वो मुझे एक नजर दिखाते हैं. എന്റെ എനർജി പോകാൻ തുടങ്ങും. मेरी ताकत धीरे धीरे. അവന്റെ കണ്ണിനകത്ത് കണ്ണുനീര് ഞാൻ കാണുന്നില്ല. उनकी आंखों में मुझे आंसू नहीं दिखेगा. അവന്റെ മുഖം ചുളിയുന്ന ഞാൻ കാണുന്നില്ല. उनका मुंह में रोने का कुछ भी नहीं दिखेगा. അവസാനം അവൻ പറയും, ഞാൻ പറയും ഈ കാർ എന്റേതാണോ. फिर मैं कार को दिखा के बोलेगा कार मेरा है. എന്നിട്ടും അവൻ അനങ്ങുന്നില്ല. आज वो बिल्कुल नहीं हिल रहा है. ഈ വീട് എന്റേതാന്ന് പറയുമ്പം जब ये मकान मेरा है तब बोलते तो ഇവൻ എന്നോട് പറയുന്ന ഒരു മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. वो एक सुंदर बात मुझसे बोलेंगे वापस. പാസ്റ്ററേ, पास्टर എനിക്ക് 2 वयസ്സല്ല, मुझे 2 साल उम्र का नहीं अभी. ഞാൻ ഇന്ന് അറിവ് വന്ന, मुझे आज ज्ञान है. പക്വത വന്ന, मैं छोड़ो. ഞാനൊരു പുരുഷനായിട്ട് മാറിയിട്ടുണ്ട്. मैं एक पुरुष बन गया. ഇനിയും നീ ഇവിടെ ഇന്ന് കളിച്ചാൽ आज तुम यहाँ पर നീ खेलोगे. കണ്ടം വഴി ഓടും. तुम भाग जाओगे यहाँ से. വല്ലതും പിടികിട്ടുന്നുണ്ടോ? आमेन. हालेलुया. അവൻ എന്നെ ശാസിച്ചോ? उन्होंने मुझे भगाया क्या? അവൻ എന്നെ ഭത്സിച്ചോ? उन्होंने मुझे डांटा क्या? എന്റെ മുമ്പിൽ ഉപവാസ പ്രാർത്ഥന നടത്തിയോ? मेरे सामने उपवास प्रार्थना സത്യം किया. അറിഞ്ഞപ്പം जब उनको सच्चाई जान गया. അവന്റേതാണ് ഇദ്ദേഹത്തിനുള്ളത് മുഴുവനും അവന്റേതാണെന്നുള്ള ബോധ്യം വന്നപ്പം जब उनको पता चला कि जो इनका पिता है അവനെ കരയിക്കുന്ന ശക്തി കീഴടങ്ങാൻ തുടങ്ങി. उनकी शक्ति के सामने वो नीचे अधीन हो गया. ഇന്നലെ വരെ നിന്നെ കരയിച്ചത്, कल तक जो चीज उनको रुलाया है, ഇന്നലെ വരെ നിന്നെ വിഷമിപ്പിച്ചത്, जो चीज उनको दुख दिया है, കീഴടങ്ങണമെങ്കിൽ अगर तुम्हारे सामने समर्पित करना है तो സത്യം പറഞ്ഞാൽ മതി. सच्चाई को जानना है बस. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. हालेलुया. ഇന്ന് ചിലർ ഇതിനകത്ത് ജയിക്കാൻ പോവാ. आज कुछ लोग यहाँ पर जीतने वाला है. 2025 കൊല്ലങ്ങൾക്ക് മുമ്പ് 2025 साल पहले നിന്നെ തകർക്കുമെന്ന് പറഞ്ഞവൻ जो जिन्होंने बोला है कि तुमको ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുള്ള സത്യം ഇന്ന് നീ തിരിച്ചറിയണം. आज हथियार को रखे हार मान लिया है, वो सच्चाई को आप जान लीजिए. യേശു അവനെ അടിയറ വെപ്പിച്ചു. यीशु मसीह उनको हाराया. യേശു അവന്റെ മുകളിൽ ജയോഷം കൊണ്ടാടി. यीशु मसीह उनको ऊपर जयवंत बन गया. അവന്റെ ശക്തി മുഴുവനും
തകർന്ന് തരിപ്പണമായി. यीशु मसीह उनको पूरा सामर्थ को तोड़ അവന്റെ മുകളിൽ നിനക്കൊരു ജയം പ്രഖ്യാപിച്ചു. के ऊपर यीशु मसीह की जय प्रख्यापित നിനക്കിന്ന പവർ തന്നിരിക്കുകയാണ്. आज आपके ऊपर जय आ चुका है. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ अगर विश्वास करते हैं तो രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് थाली बजा के ഓ സ്വീകരിച്ചാട്ടെ. ഓ അല്പസമയം കരങ്ങളെ അടിച്ച് അന്യഭാഷകളെ നമുക്ക് ഹെവനിലെ സ്വർഗത്തിൽ നമുക്കൊരു സ്പൈ വർക്കർ ഉണ്ട്. स्वर्ग में हमारा एक स्पाई है. അദ്ദേഹത്തിന്റെ പേരറിയോ? उनका नाम मालूम है क्या? ഹോളി സ്പിരിറ്റ്. होली स्पिरिट. അവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും जो कुछ वहां पर होता है നിന്റെ പ്രയർ റൂമിൽ വന്ന് പറഞ്ഞു തരും. तुम्हारे प्रेयर रूम के अंदर आके कान में बताते हैं. എന്നാ സീക്രട്ട് ഉണ്ടെങ്കിലും जो भी गुप्त की बात हो ഇദ്ദേഹം വന്ന് നമ്മളോട് വന്ന് പറയും. ये व्यक्ति आके हमसे बताते हैं. കൊരിന്ത്യ ലേഖനം എടുത്തേ. കൊരിന്ത്യ ലേഖനം कुरिन्थियों की पुस्तक खोलिए. ഞാൻ വായിച്ച വാക്യം നാളെ പരിശുദ്ധാത്മ പറയാണ് പ്രസംഗിക്കാം. जो वचन हमने पढ़ा है कल अगर पवित्र आत्मा अगुवाई देगा तो हम പരിശുദ്ധാത്മ കൊണ്ടുപോകുന്ന പോലെ ഞാനും പോവാം. पवित्र आत्मा जैसे चलाना चाहते वैसे मैं भी चलना चाहता हूं. കൊരിന്ത്യ ലേഖനം എടുത്തേ. कुरिन्थियों में आइए प्लीज. ഒന്ന് കൊരിന്ത്യർ पहले कुरिन्थियों രണ്ടാം അധ്യായം दूसरा अध्याय 9 മുതൽ വായിക്കാം. 9 वचन से. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് പറഞ്ഞ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും എന്ത് ചെയ്തിട്ടില്ല. हालेलुया. ദൈവം जो पवित्र जो परमेश्वर തന്നെ സ്നേഹിക്കുന്നവർക്ക് जो जिनको वो प्रेम करता है ഒരുക്കിയിരിക്കുന്നത് उनके लिए तैयार किया हुआ है. കണ്ണ് കണ്ടിട്ടില്ല, कोई आंखों ने नहीं देखा है, ചെവി കേട്ടിട്ടില്ല, कोई कानों ने अब तक नहीं सुना है, ഹൃദയത്തിൽ തോന്നിച്ചിട്ടുമില്ല. किसी का हृदय में अब तक ये बात की सोच आया भी नहीं. പാസ്റ്റർ എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് जो मेरे लिए तैयार करके रखा है परमेश्वर പാസ്റ്റർക്ക് അറിയത്തില്ല. पास्टर को नहीं जानते हैं. പിന്നെ എങ്ങനെ പാസ്റ്റർ എന്നെ സഹായിക്കും? जो पास्टर को नहीं जानते तो पास्टर कैसे मुझे मदद करेगा? പാസ്റ്റർ എന്നെ സഹായിച്ചില്ലെന്നും പറഞ്ഞാണ് पास्टर मुझे एक सहायता नहीं की, इसी वजह से ഞാൻ പാസ്റ്ററോട് വണങ്ങിയിരിക്കുന്നത്. मैं पास्टर से नाराज हो गया. എന്റെ സഹോദരൻ എന്നെ സഹായിച്ചിട്ടില്ലെന്നും പറഞ്ഞ ഞാൻ പിണങ്ങിയിരിക്കുന്നത്. मेरे भाई मुझे मदद नहीं किया, इस वजह से मैं उनके साथ नाराज में रहता है. ദൂതാന്ന് തോന്നുന്നു പാസ്റ്ററെ. ഇവരുടെ മുഖം കണ്ടിട്ട് ഇത് ദൂതാന്ന് തോന്നിക്കുന്നു. നിങ്ങളെ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ലെന്ന്. कोई भी व्यक्ति आपको मदद नहीं कर सकता है, കാരണം അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നീ ആരാണെന്ന്. क्योंकि कोई भी व्यक्ति अब तक नहीं समझ में आया है किसी को कि आप कौन है. 10ാം വാക്യം 10वां वचन. നമുക്കോ हमें ആ ആ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം ദൈവത്തിനകത്തുള്ളത് മുഴുവൻ വന്ന് നമ്മളോട് പറയുന്നത് ആരാ? പരിശുദ്ധാത്മാവാ. താഴോട്ട് വായിച്ചേ. ആ ആ ആ ആ ആ ദൈവത്തിന്റെ അകത്തുള്ളത് പരിശുദ്ധാത്മാവല്ലാതെ ആരും എന്ത് ചെയ്തിട്ടില്ല.
ദൈവത്തിനകത്തുള്ളത്, പിതാവിന്റെ അകത്തുള്ളത് നമ്മളോട് വന്ന് പറയുന്ന ആൾ ആരാ? പരിശുദ്ധാത്മാവ്. जो जो चीजें परमेश्वर के अंदर है, उन्हीं चीजों को कौन आके हमसे बताते हैं? वो है पवित्र आत्मा। ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ പണി എന്താണെന്നറിയാമോ? पवित्र आत्मा की सबसे अच्छी काम कौन सा है? അവിടുത്തെ രഹസ്യം മുഴുവൻ നിന്റെ അടുത്ത് കൊണ്ടുവരും. सारे वहां की गुप्त की बातों आपके कान तक पहुंचाता है. ഇന്ന് സ്വർഗം ഏത് മൂഡിലാണെന്ന് आज स्वर्ग कौन सी मूड में है, നിന്റെ പ്രയർ റൂമിനകത്ത് വന്ന് പറയും. तुम्हारे प्रेयर रूम के अंदर बताते हैं. ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. आप सिर्फ एक ही काम करना है. ഈ ആളുടെ കൂടെ നടക്കണം. आप उनके साथ चलना है. ഈ ആളിന്റെ കൂടെ നടന്നാൽ इनके साथ अगर चलोगे, ഇദ്ദേഹം പിതാവിന്റെ രഹസ്യം മുഴുവൻ നിന്നോട് പറയും. सारे पिता की गुप्त बातों वो व्यक्ति आपको बताएगा. എത്ര പേര് ഇവിടെ പ്രവചനമാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്? कितने लोग കൈവെക്കുന്നെന്ന് भविष्यवाणी का वरदान ധൈര്യമായിട്ട് കൈവെക്ക്. मांगते हैं. आमीन. ഈ ആളുടെ കൂടെ നടന്നാ മതി. आप ये पवित्र आत्मा के साथ चलना है. സിമ്പിൾ അല്ലേ? सिंपल काम. ഇതിനാ നമ്മൾ 21 ഇരിക്കുന്നേ. इसके लिए हम 21 दिन बैठते हैं उपवास में. 21 ദിവസം ആരുടെ കൂടെ ഇരിക്കുന്നതെന്ന് അറിയാമോ? 21 दिन आप किसके साथ बैठते हैं? ചന്ദനമഴയുടെ കൂടെ ആയിരിക്കുന്നേ. संदनमड़ा नामक सीरियल्स के साथ. आमीन. दुनिया के मनोरंजन के साथ. ഇവര് മിക്കവാറും ഇതിലെ ഓടിക്കും. മഴ എനിക്ക് കുട പോലും ഇല്ല. ഇപ്പോഴൊരു വിളിക്കണ്ടായിരുന്നത്, വടി വെട്ടിയതേ ഉള്ളൂ. നിങ്ങളുടെ ഉപവാസം എങ്ങനെയാന്ന് പറയട്ടെ. आपकी उपवास कैसा है? നമ്മുടെയൊക്കെ ഉപവാസം എന്ന് പറയുന്നത് हमारी उपवास ऐसे होता है, ആഹാരം മാറ്റി വെച്ചതിന് ശേഷം खाना को निकाल के अलग करने के बाद പ്രാപിക്കാനിരിക്കുക. हम बैठते हैं प्राप्त करने के लिए. ഞാനൊരു ഉപവാസത്തിന്റെ രീതി പറയട്ടെ. मैं आपको एक उपवास के तरीका बताने वाला हूं. പാസ്റ്റർ ഗൾഫിലാ. पास्टर अगर ऐसे मान लीजिए गल्फ में है, 5 വർഷമായിട്ട് നാട്ടിൽ വന്നിട്ടില്ല. 5 साल से अपना देश पर नहीं आया है. 6ാമത്തെ വർഷം जो 6 साल आया है, നാട്ടിൽ വരിക. पास्टर आ रहा है वापस. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നു. नडुम्बाश्री एयरपोर्ट में उतर गया. പാസ്റ്റർക്ക് വേണ്ടിയുള്ള ഫുഡ് पास्टर के लिए जो खाना बनाया है, പപ്പ ഉൾപ്പെടെ എല്ലാവരും ക്രമീകരിച്ചു. उनकी पिता सब लोग मिलकर बनाया. പാസ്റ്റർ വൈഫ്, पास्टर की वाइफ, കുഞ്ഞുങ്ങൾ बच्चों, എല്ലാവരും ആരെ വന്നു കളക്ട് ചെയ്തു. പാസ്റ്ററെ വന്നു പിക്ക് ചെയ്തു. पास्टर को स्वीकार करने आया. അവിടെ മുതൽ वहां से വർത്താനം പറഞ്ഞ് बात करके റൂമിൽ വന്നു. कमरा तक आया. 5 വർഷമായിട്ട് ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല വൈഫ്. 5 साल से वाइफ നേരിട്ട് സംസാരിച്ചിട്ടില്ല. आमना सामने में बात नहीं हुआ है. സംസാരിച്ച് बात करके करके ബ്രേക്ക്ഫാസ്റ്റ് മറന്നുപോയി. जो ब्रेकफास्ट भूल गया है. हालेलुया. ലഞ്ച് മറന്നുപോയി. खाना, दोपहर का खाना भूल गया. ഡിന്നറും മറന്നുപോയി. रात के खाना भी भूल गया. എന്തുകൊണ്ടാ മറന്നത്? क्यों ऐसे? ഈ ആളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ जिनके साथ जो बातचीत चल रहा है, അവരുടെ വിശപ്പിനെ കട്ട് ചെയ്തു. इनका भूख को कट कर दिया. ചിക്കൻ ബിരിയാണിയെക്കാളും വലുത് ഇദ്ദേഹത്തിന്റെ പ്രസൻസ് ആണെന്ന് അവർക്ക് മനസ്സിലായി. चिकन बिरयानी से ज्यादा अच्छा लगता है इनकी उपस्थिति. वाह. നമ്മൾ എങ്ങനെ ഉപവസിക്കണമെന്ന് അറിയാമോ? हम कैसे उपवास करते हैं? ഇന്ന് പാസ്റ്റർ പറയുക 21 ഡേയ്സ് നമ്മൾ ഫാസ്റ്റിംഗ് ഉണ്ടാകും. 21 दिन की उपवास होने वाला है. 21 ഡേയ്സ് കഴിയുമ്പോ 21 दिन के बाद പപ്പ ഇവിടെ ചിക്കൻ ബിരിയാണി വെക്കും. पापा की चिकन बिरयानी होगा. അപ്പൊ ഞാൻ പറയും तो मैं बोलेगा 21 കഴിയുമ്പോ 21 दिन के बाद 21 കഴിയുമ്പോ 21 दिन खत्म होते അപ്പൊ ഇവിടെ കിടന്ന് കസാര മറിക്കുന്ന എന്തിനു വേണ്ടിയാ? कुर्सी को क्यों तोड़ते हैं? 21 കഴിയുമ്പോ 21 दिन की समाप्त होने तक ചെമ്പ് മറിക്കണം, ചെമ്പ് പൊട്ടിക്കണം. ओके, बिरयानी बनाना है. അതല്ല ഫാസ്റ്റിംഗ്. ये उपवास नहीं है. കർത്താവിന്റെ കൂടെ ഇരുന്ന്
परमेश्वर के साथ बैठकर ഇത് വായിച്ച് വായിച്ച് ये पढ़कर ഹെവനിലെ സത്യങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് തന്ന് स्वर्गीय सच्चाई आपके अंदर ഓ നിന്റെ വിശപ്പിനെ ആത്മാവ് കട്ട് ചെയ്യും. पवित्र आत्मा आपको भूख को ആ പ്രസൻസിനകത്ത് നിന്നെ അങ്ങ് ഇരുത്തും. जब आप उपस्थिति में बैठोगे അവൻ നിന്നോട് പല രഹസ്യങ്ങളും കൈമാറും. परमेश्वर आपके साथ बहुत सारी गुप्त की बातों बताएगा. അവൻ ഇതിന്റെ നടുവിലൊന്നുണ്ട്. आपके बीच में आज है. എത്ര പേർ അവന്റെ ആ പ്രസൻസ് അനുഭവിക്കുന്നുണ്ട്? लोग उनकी उपस्थिति को अनुभव कर रहा है. അവൻ നിന്നെ ഇന്ന് ഹഗ് ചെയ്യാൻ പോവുകയാണ്. आज ഹഗ് गले में मिलने वाला है. അവൻ നിന്നെ ഇന്ന് ചുംബിക്കാൻ പോവുകയാണ്. परमेश्वर आपको आज चुंबन देने वाला है. ഓ ലാബ്രാ ശാന്ത്രമാനാസി അംദല ഏബ്രാഖാബ എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? कितने लोग आज चाहते हैं? ഇതിന്റെ രഹസ്യങ്ങൾ മുഴുവൻ നിന്നോട് കർത്താവ് പറയും. आज इसकी सारे गुप्त की बात तो आपसे बताने वाला हूं. ആർക്കും മനസ്സിലാക്കാത്തത്, किसी को जो समझ में नहीं आता है, ആർക്കും കൊടുക്കാത്തത് किसी को नहीं दिया है, നിന്നോട് അവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. उनकी आपके साथ बात करोगे. ഇന്ന് രാത്രി അവൻ ഇതിന്റെ നടുവിലുണ്ട്. आज रात को भी वो हमारे बीच में है. അവൻ നിന്നെ ടീച്ച് ചെയ്യാൻ പോകുകയാണ്. അവൻ നിന്നെ പഠിപ്പിക്കാൻ പോകുകയാണ്. वो आपको सिखाने वाला है. അവൻ നിന്നെ നടത്താൻ പോകുകയാണ്. आपको चलाने वाला है. അവൻ നിന്നെ കരത്തിൽ പിടിക്കാൻ പോകുകയാണ്. हाथ पकड़ने वाला है. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ताली बजा के ഓ ശാരവനവനവ ശാന്ത്രബലഗബാലഗടഗദലേ ഓ പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, എഴുന്നേൽക്കണമെങ്കിൽ എഴുന്നേൽക്കാം, കരമടിക്കണമെങ്കിൽ കരമടിക്കാം, തുള്ളിച്ചാടണമെങ്കിൽ തുള്ളിച്ചാടാം. യു ആർ ഫ്രീ നൗ. ഓ ശാമമമമമ ശാന്ത്രബലഗബ ജനത്തെ മൂടുതേ ഒരു മഹിമയിൻ മേഘം இந்த இடத்தை மூடுதே ஒரு மகிமையின் மேகம் യെസ് இந்த இடத்தை மூடுதே അവൻ ഇവിടെ ഉണ്ട്. ഒരു മഹിമയിൻ മേഘം അവൻ നിന്നെ ഇന്ന് തൊടുകയാണ്. ജനത്തെ മൂടുതേ ഇത്രയും നാളും നീ ആഗ്രഹിച്ചത് മഹിമയിൻ മേഘം അവന്റെ ആഗ്രഹങ്ങളായിരുന്നു. ജനത്തെ മൂടുതേ അവന് നിന്നെ വേണം. ഒരു മഹിമയിൻ परमेश्वर चाहते हैं आप उनके साथ रहो. വിലകാത മേഘം നീ വിൻസെല്ലും മേഘം നീ വിലകാത മേഘം നീ മുൻസെല്ലും മേഘം പരിശുദ്ധാത്മാവേ വിലകാത മേഘം നീ അങ്ങ് ഇതിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കണം. മുൻസെല്ലും മേഘം നീ വിലകാത മേഘം നീ മുൻസെല്ലും മേഘം ആവിയാനവരേ ഓ ആവിയാനവരേ അൻപിൻ ആവിയാനവരേ വല്ല ആവിയാനവരേ തെളിവിൻ ആവിയാനവരേ ഓ ആവിയാനവരേ അൻപിൻ ആവിയാനവരേ വല്ല ആവിയാനവരേ തെളിവിൻ ആവിയാനവരേ ഹല്ലേലൂയ. हालेलुया. എബ്രായ ലേഖനത്തിലേക്ക് വന്നേ. इब्रानियों की पुस्तक में आइए. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ, आप मेरे साथ हो ना? എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. आपको अच्छा लग रहा है ना? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നറിയാമോ? क्यों मैं ऐसे प्रचार क्यों कर रहा है? എനിക്ക് വേണമെങ്കിൽ ഇട്ടം ഉരുട്ടാൻ അറിയാം, मैं आपको हिलाने के लिए मुझसे होता है, പക്ഷെ പ്രയോജനപ്പെടത്തില്ല. लेकिन आपके जीवन में बिल्कुल भी काम नहीं करेगा वो. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ मैं यहाँ से निकलने के बाद നിങ്ങൾ പറയും आप बोलेगा സൂപ്പർ മെസ്സേജ് ആയിരുന്നു, अच्छी मैसेज, सुपर मैसेज. ഞങ്ങളെല്ലാം തെറിച്ചുപോയി. हम सब लोग एक दूसरा के भीतर भीतर हो गए. കേൾക്കുന്ന ഒരാൾ ചോദിക്കും, जो लोग सुने आपकी बात सुनेगा वो पूछेगा എന്നവായിരുന്നു മെസ്സേജ്? क्या था मैसेज. ആ
ഭയങ്കര വെടിയും പുകയുമായിരുന്നു. बहुत आवाज था, बहुत फायर मैसेज था. നമ്മുടെ നാട്ടിൻ പുറത്തെ हमारे जो मतलब गांव एरिया में നമ്മുടെ നാട്ടിലൊക്കെ ഈ കോഴി അടയിരിക്കത്തില്ലേ? हमारे गांव में ऐसे होते हैं ना, मुर्गी अंडे के ऊपर बैठती है. അപ്പം അട വെക്കാൻ മുട്ട ഇല്ല എങ്കിൽ अगर इनकी इनकी उनकी जो मतलब नीचे पे रखने के लिए अंडा नहीं तो നമ്മൾ എന്താ ചെയ്യുന്നേ? हम क्या करते हैं? ഈ കോഴിയെ നമ്മൾ കെട്ടിയിടും. हम इसको बांधते हैं, मुर्गी को. ഓക്കെ അല്ലേ? അപ്പം ഈ സീസൺ ആണെന്ന് വിചാരിച്ചു. अब ऐसे समझ लीजिए वो अब की सीजन है. നല്ല മഴയുണ്ട് പുറത്ത്. बाहर बहुत अच्छी बारिश चल रहा है. അപ്പം മഴ നനയാതിരിക്കാൻ വേണ്ടി बिना भीगने से बचने के लिए ഈ കോഴി എന്നാ ചെയ്യുമെന്നറിയാമോ? ये मुर्गी क्या करती है? ഈ കെട്ടും വലിച്ചുകൊണ്ട് എവിടെ പോകും? പടുങ്ങിനടി കയറി നിൽക്കും. ये जो रस्सी को लेकर ഏതെങ്കിലും ഒരു किसी छाव पर छुप जाती है. അപ്പം കയറിന് നീളക്കുറവായത് കാരണം ഒരു കാല് ഇങ്ങനെ പൊക്കി പിടിച്ച് ഇതിന്റെ അടി കയറി ഇങ്ങനെ ഇരിക്കും. ये जो रस्सी है ज्यादा लंबी नहीं होता है, इसी वजह से एक पैर को ऊपर उठा के किसी चीज की छाव पर बैठती है, छुप जाती है. ഇവിടെ കോഴിയും പൊരുന്നൊന്നും ഇല്ലേ? എല്ലാം ഉണ്ട്. ഉണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? आमेन. ഓക്കെ, മണിക്കൂറുകൾ കഴിയുമ്പോൾ घंटों के बाद മഴ തീരുന്നില്ല. बारिश खत्म नहीं हो रहा है. ഈ നിപ്പ് തന്നെയാ. वो ऐसे खड़ी है. രാവിലെ നിന്ന് 5 മണി വരെ ഈ നിപ്പ. 5 सुबह से शाम को 5 बजे तक वैसे खड़ी है. 5 മണിയാവുമ്പോ शाम को 5 बजे तक നമ്മൾ ഈ കോഴിയുടെ കാല് കെട്ടഴിക്കും. हम इसकी जो रस्सी को खोलते हैं. കോഴി ഓടുവോ? वो भाग जाएगी क्या? ഓടുവോ? മണിക്കൂറുകളുടെ എക്സ്പീരിയൻസ് തലയ്ക്കകത്തുള്ള കോഴി ഈ നിപ്പ അവിടെ നിൽക്കും. हम इसको खोलने के बावजूद भी घंटों की अनुभव से वो वही खड़ी रहेगी. ആ പടുങ്ങിനടിയിരിക്കുന്ന കോഴിയുടെ കാലെ കെട്ടുണ്ടോ? आओ जो मुर्गी है इसके नीचे जो बाबू बैठे हैं उनकी पैरों में रस्सी है क्या? नहीं. ഇപ്പൊ കെട്ടവിടാ. अब रस्सी कहाँ है? എല്ലാരും പറഞ്ഞേ. दिमाग के अंदर. തലയിലോട്ട് കൈവച്ചിട്ട് പറ. हालेलुया. 2025 കൊല്ലങ്ങൾക്ക് മുമ്പ് 225 साल के पहले കെട്ടഴിച്ച് വിട്ടതാ. परमेश्वर ने बांधा को खोलकर भेजा है. ആശ്രയ പിടി കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. യേശു കർത്താവ് സകലത്തിനെ കെട്ടഴിച്ച് വിട്ടു. सबको खोल के भेजा है. പക്ഷെങ്കിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് തലയ്ക്കകത്തുള്ളത് കൊണ്ട് लेकिन सालों के अनुभव दिमाग में भरा हुआ है. ഞാൻ ഇന്നും ബന്ധനത്തിലാണ് പറയുന്നത്. आज भी आप बोलते हैं मैं अभी भी बंधन में हूँ. അങ്ങനെയുള്ളപ്പോ ഞങ്ങൾ ഇതുപോലത്തെ ഒരു ഉപവാസ പ്രാർത്ഥന അങ്ങ് വെക്കും. जब तक आप ऐसे रखते हैं तो ऐसे उपवास प्रार्थना और होते हैं. ഈ കോഴി ഓടാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്നാന്നറിയാമോ? ഈ കോഴി ഓടാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്നാ? जब ये मुर्गी नहीं भागती हम क्या करते हैं? നല്ല കല്ലെടുത്തോണ്ട് വരും. एक अच्छा से पत्थर उठा के ഒരൊറ്റ ഏറ് കൊടുക്കും. उसके ऊपर मार देगा. ഏറ് കൊള്ളുമ്പോ जब वो इनको पत्थर से मार में लेते हैं കോഴി ഓടും. वो भाग जाएगी. ഇപ്പം കെട്ടില്ല. अब बांध नहीं है. കോഴി ഓടി അടുത്ത കയ്യാലപ്പുറത്ത് കയറും. वो चढ़ के खोद के दूसरा दीवार के ऊपर चढ़ेगा. പക്ഷേ ഇപ്പൊ ക്ലോസ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്താൽ अगर हम ध्यान से देखोगे ആ കയ്യാലപ്പുറത്ത് വീണ്ടും കാല് പൊക്കി പിടിച്ചിട്ടുണ്ട്. वो जो दीवार के ऊपर खड़ी होती तभी भी एक पैर ऊपर करके खड़ी है. ഓടിയ ഏറ് കൊണ്ടപ്പം जब उनको पत्थर से मार मिला ഇതങ്ങ് മറന്നുപോയി. तब उन्होंने ये बात को भूल गए थे. സ്വസ്ഥമായപ്പം फिर से आराम आया. പിന്നെ ഫീൽ വന്നു. फिर से वो सोच आया है. അതുകൊണ്ടാ ഇവിടിട്ട് ഞാൻ ഉരുട്ടാത്തത്. ഈ മീറ്റിംഗിനിടയ്ക്ക് വെച്ച് വെട്ടിയും പുകയും പോലെ പോയാല് കെട്ടില്ലെന്നും പറഞ്ഞ് ഭയങ്കര ആരാധന നടത്തും. आमेन. हालेलुया. വീട്ടിൽ ചെന്ന് അടുക്കളയിൽ ചെന്ന് കയറി ചെല്ലുമ്പോൾ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുമല്ലേ. അന്നാലും എൻ്റെ കൊച്ചിന്റെ കല്യാണം ആരാ മുടക്കിയത്? आमेन. फायर में से सुनते वक्त आप बहुत थाली बजा के आराधना करते, लेकिन घर जाके आराम करते वक्त फिर वो सोच आएगा मेरी बेटी की शादी किसने रुकवा दिया. അയൽവക്കക്കാരൻ ഞങ്ങളുടെ പറമ്പൂഴി ഒന്ന് കയറിപ്പോയതേ ഉള്ളൂ. മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. वो जो पड़ोसी हमारे जमीन से एक बार चला
शायद वो होगा मेरी बेटी के शादी को रुकवा दिया है। പാസ്റ്റർ ഇവിടുന്ന് അങ്ങനെ ഒരു മുട്ടത്തോട് കാക്ക കൊണ്ട് മിറ്റത്ത് കൊണ്ടിട്ടാൽ അന്ന് 40 ഇരിക്കും. एक कौवा अगर गलती से एक 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 अंडे के जो छिलका को अगर आपकी जमीन में डाला तो उसी दिन आप 40 दिन की उपवास प्रख्यापन करेगा। അതിലെങ്ങാനും ഒരു ബംഗാളി അന്യ സംസ്ഥാനക്കാരന് ഒരു തെറ്റിപ്പൂ അങ്ങനെ തിന്നേച്ച് അവിടെ കൊണ്ടിട്ടാൽ അന്ന് പാസ്റ്റർക്ക് കിടക്കപ്പുറത്തില്ല. अगर बाहर की कोई व्यक्ति एक एक कुछ फूल को खा के अगर वहां पर छोड़ गया तो എന്റെ പാസ്റ്റർ പേടിയോട് പേടിയാ. बहुत डरते हैं लोग। പക്ഷെ വചനം പറയുന്നു लेकिन वचन में लिखा है നിന്നെ തൊടത്തില്ല. आपको छुएगा नहीं। ഈ സത്യം അറിയാൻ വേണ്ടിയാണ് ये सच्चाई को जानने के लिए ഞാൻ ഇങ്ങനെ പെയ്യെ കൊണ്ടുപോകുന്നത്. मैं धीरे धीरे प्रचार को लेके जा रहा हूं। നമ്മളെ ഈ സൈക്കിളിന്റെ ടയർ പോലെ നമ്മൾ ജീവിക്കരുത്. साइकिल की पहिया जैसे हम जीना नहीं। ഈ സൈക്കിളിന്റെ ടയറിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? साइकिल की पहिया की स्पेशलिटी क्या होता है? നിങ്ങൾ കുറച്ചങ്ങോട്ട് ചവിട്ടി കഴിയുമ്പോഴത്തേനും ഒരു മുള്ളു കാണും. ഈ സൈക്കിളും കൊണ്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേനും ഒരു ആണി കാണും. आप रास्ता में साइकिल चलाते चलाते जाएंगे तो रास्ते में कुछ कुछ गीला होगा, इसका हवा निकल जाएगा, തീരും. അപ്പൊ എന്ത് ചെയ്യും? ഈ സൈക്കിളിനെ തള്ളിക്കൊണ്ട് നമ്മൾ പഞ്ചറൊട്ടിക്കാരൻ്റെ അടുത്ത് പോകും. हम ये साइकिल को लेकर पंचर शॉप में ले जाएगा। ഞങ്ങൾ 3 പഞ്ചറൊട്ടിക്കാർ വരും. ഇന്ന് 2 പഞ്ചറൊട്ടിക്കാർ, ഒന്ന് ഞാന് മറ്റേ പാസ്റ്ററും. आज 2 पंचर बनाने वाला आया है, दिन में एक पास्टर आया है, अभी रात को मैं। ഞങ്ങള് എന്തുവാ പഞ്ചറൊട്ടിച്ചിട്ട് ഈ അടി ये भाषा बोलकर हवा भरेगा, അടിച്ച് പമ്പ് അടിച്ച് കയറ്റി ടയർ നല്ല ടൈറ്റ് ആക്കും. हम इसको टाइट बनाएगा, വീണ്ടും കൈ തരും, വീണ്ടും സൈക്കിൾ എടുക്കും, फिर आप लोग ചവിട്ടും. आप चलाएंगे, ശനിയാഴ്ച രാത്രി ആകുമ്പോഴത്തേനും शनि रात को फिर से हवा निकल जाएगा। ഞായറാഴ്ച നമ്മുടെ ടോണി പാസ്റ്ററാണ് പഞ്ചറൊട്ടിക്കുന്നത്. संडे को टोनी पास्टर हवा भरेगा। എന്തുവാ ഇത് തന്നെയാ സഭയുടെ അവസ്ഥ. ये है कलीसिया की जो सिचुएशन। ഇന്നുകൊണ്ട് ഇതിവിടെ തീരുക. आज से ही बात को समाप्त होने वाला है। നിങ്ങൾ ഈ ട്രെയിനിന്റെ വീല് പോലാകണം. आप टायर ट्रेन की पहिया जैसे बनना है। ട്രെയിനിന്റെ വീലിന്റെ അടിയിലെ ट्रेन की पहिया के नीचे ആണി വെച്ചാൽ अगर एक एक आप नेल को रखोगे, നൂല് പോലെ നീണ്ടുപോകും. वो एक रस्सी जैसे बन जाएगी। നിന്റെ നേരെ വരുന്ന പിശാച് പൊറോട്ട കീറുന്ന പോലെ കീറണം. जो शैतान आपके നീ सामने വീണു आएगा, എഴുന്നേറ്റും ഉള്ള പരിപാടി നിർത്തണം. आप गिर के उठ के वो काम आज से खत्म होना है। എന്നും ബന്ധനം, എന്നും ബന്ധനം. ये हर रोज आप ऐसे हैं, ഇന്ന് അത് പൊട്ടുകയാ. आज इसको तोड़ना है। നീ ഇന്ന് ഫ്രീ ആകുക. आज आप स्वतंत्र पाना നീ है। ആത്മലോകത്ത് കിടക്കാൻ പോവാ. आप आत्ममंडल में लेटने वाला है। ഹല്ലേലൂയ. हालेलुया। അതിനാരുടെ കൂടെ നടക്കണം? इसीलिए किसके साथ चलना जरूरी है? പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കണം. पवित्र आत्मा के साथ। പരിശുദ്ധാത്മാവ് ഇപ്പൊ നിന്നോട് രഹസ്യങ്ങൾ പറയും. पवित्र आत्मा आपके साथ गुप्त की बात तो शेयर അങ്ങനെ പറഞ്ഞ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് ഇപ്പം പറയാം. ऐसे एक गुप्त की बात मुझसे कहा है, वो बात को मैं आपके साथ शेयर करने वाला हूँ। എബ്രായ ലേഖനത്തിലേക്ക് വാ. इब्रानियों की पुस्तक में आइए। എന്റെ കൂടെ ഉണ്ടോ? आप मेरे साथ हो। ഹല്ലേലൂയ. हालेलुया। എബ്രായ ലേഖനം इब्रानियों की पुस्तक। ഞാൻ ഈ പറയാൻ പോകുന്നത് ये जो बात मैं कहने जा रहा है, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. बहुत ध्यान से सुनिएगा। ഉറക്കം തൂങ്ങിയിരുന്ന് കേൾക്കരുത്. जो नींद के साथ आप मत सुनिए। 8:30 ആയതേ ഉള്ളൂ. सिर्फ 8:30 हो गया है। 11 മണി വരെ പൊക്കോളാനാ പാസ്റ്ററിനോട് പറഞ്ഞിരിക്കുന്നത്. पास्टर मुझसे कहा कि 11 बजे तक बिना रुकावट जाओ। ഇപ്പോഴേ പാസ്റ്ററെ ചിലര് പൂക്കണ്ണടിച്ച എന്നെ കാണുന്നത്. तो अभी से बहुत लोग यान कर रहा है। ഈ പഴയ തമിഴ് സിനിമയ്ക്കകത്ത് നായകൻ വന്നിട്ട് 8 പിരിയത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ചിലരിങ്ങനെ എന്നെ ഇവിടൊക്കെയാ നോക്കുന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ ചിലർ അവിടൊക്കെ നോക്കിട്ട് ഹാലേലൂയ എന്നൊക്കെ പറയുന്നുണ്ട്. कुछ लोग मुझे, मैं यहाँ खड़ा हूँ, कुछ लोग इधर उधर धोके हालेलुया बोल रहे हैं कि मैं यहाँ खड़ा हूँ। ആ വാ, आमीन। എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വാ. इब्रानियों की पहले अध्याय में आइए। 1:5. 5वां वचन। ആ ആ ആ ആ
ആ മതി മതി. എബ്രായലേഖനക്കാരൻ പറയണം, നീ എൻ്റെ പുത്രൻ, इब्रानियों के लेखक बता रहे हैं कि तुम मेरे पुत्र है, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. आज मैं तुमको जन्म दिया है. ഈ വാക്യം വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? इसे एक शब्द आप कहीं और पढ़ा है क्या? ആ വായിക്ക, എടുക്കേ. ഇവിടെ ബൈബിൾ വായിക്കുന്നുണ്ട് അങ്ങേയറ്റത്തിരിക്കും ചേച്ചി മാത്രമേ ഉള്ളൂ. ഈ ബൈബിൾ നമ്മൾ ഇന്ന് മൊത്തം വായിപ്പിച്ചിട്ടേ വിടുന്നുള്ളൂ. आमेन, हालेलुया. എത്ര പറഞ്ഞു സങ്കീർത്തനം 2:7 കിടക്കുന്ന വാക്യമാണ്. भजन संगीता दूसरा अध्याय के 7वें भजन में ये भजन लिखा है. അതാണ് എബ്രായലേഖനക്കാരൻ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. वो भजन को फिर से लेखक लिखा है. ഇനിയും സങ്കീർത്തനം 2:7 പോവാം. अब आइए भजन संगीता दूसरा की 7वां में. ഓക്കെ, വായിച്ചു. ഇത് ആരുടെ സങ്കീർത്തനമാ? ദാവീദിന്റെ സങ്കീർത്തനം. किसकी भजन संगीता है? दाऊद का है. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. मैं एक निर्णय की यकीन की बात आपसे कहता हूं. യഹോവ എന്നോട് അരുളി ചെയ്തു, यहोवा मुझसे बताया है, നീ എൻ്റെ പുത്രൻ, तुम मेरे पुत्र है, आज मैं तुमको जन्म दिया है. വല്ലതും മനസ്സിലായത്? ഒന്നും പിടികിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യം എപ്പം വെളിപ്പെട്ട് വരേണ്ടതാ? तुम मेरा पुत्र है, आज मैं तुमको जन्म दिया है. ये बात कब निकलना चाहिए? യേശു കർത്താവ് जब यीशु मसीह യോർദാനിൽ जब योर्दान में സ്നാനപ്പെട്ടതിന് ശേഷം बपतिस्मा लेने के बाद സ്വർഗം തുറന്ന് स्वर्ग खोलकर പിതാവ് पिता പുത്രനോട് പറയുന്ന കാര്യമാണ്. पुत्र से देखकर बताने वाले बात था ये. സങ്കീർത്തനക്കാരനായ ദാവീദിന് ഇത് എങ്ങനെ ആര് പറഞ്ഞു കൊടുത്തു? जो भजन संगीता के लेखक दाऊद को ये बात किसने बताया? കാട്ടിനകത്ത് കിന്നരം വായിച്ചുകൊണ്ടിരുന്നപ്പം जंगल के अंदर जो म्यूजिकल जो बजाने वाले बजा रहे थे, ഈ കാര്യം ആരാ പറഞ്ഞു കൊടുത്തെന്ന് അറിയാമോ? ये बात किसने बताया उनके कानों में? പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു. पवित्र आत्मा बताया. നിങ്ങൾക്ക് സംഗതി പിടികിട്ടില്ല. आपको बात समझ में नहीं आया? ദാവീദ് കഴിഞ്ഞിട്ട് എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാ യേശു വരുന്നേ? दाऊद के कितने साल की बाद, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടല്ലേ വരുന്നേ? 100 सालों के बाद आया था. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നടക്കേണ്ട സംഭവം 100 साल के बाद जो होने वाले बात, ഹെവനിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം स्वर्ग में पिता पुत्र पवित्र में मिलके बात करते थे. वो जो गुप्त की बात, ഒരു ചെറിയ പാർട്ട് एक हिस्सा താഴെ ഇരുന്ന് ആരാധിക്കുന്നവന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു പരിശുദ്ധാത്മാവ്. नीचे जो बैठ के परमेश्वर से आराधना करते, इनके हाथों में दिया है. ഇട്ടുകൊടുത്തപ്പം जब वो बात को दिया उनको, സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നേ? भजन संगीता के लेखक क्या बता रहे हैं? ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. मैं आपसे एक यकीन की बात कह रहा हूं. യഹോവ എന്നോട് അരുളി ചെയ്തെന്ന്, यहोवा मुझसे कहा है, നീ എന്റെ പുത്രൻ എന്ന്. आप तुम मेरा पुत्र है. ഓ, സംഗതി അങ്ങോട്ട് ക്ലിക്ക് ആകുന്നില്ല വാസ്തവേ. അതായത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നടക്കാനിരിക്കുന്ന സംഭവം, जो 100 सालों के बाद जो होने वाले बात, ആത്മലോകത്ത് आत्ममंडल में ഇത് സംസാരമായിക്കൊണ്ടിരിക്കുക. ये बातचीत चल रहा है. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. आपको समझाने के लिए एक और बात मैं बताने वाला हूं. ആന്റി, ആ സങ്കീർത്തനം അവിടെ കൈവച്ചുകൊണ്ട് നമുക്ക് നേരെ ലൂക്കോസിലേക്ക് പോകും. आइए लूका की पुस्तक में. ഇതിന്ന് പഠിപ്പിച്ചിട്ടേ വിടുന്നുള്ളൂ. आज मेरी बात को सिखा के आपको भेजने वाला. ഏതായാലും മഴയാ. ऐसे ये बारिश हो रहा है. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വാ. लूकोस की सुसमाचार में आइए. 1-ാം അധ്യായം. पहले अध्याय. ഞാൻ മിക്കവാറും വെള്ളം കുടിക്കും. आमेन, हालेलुया. 18-ാം വാക്യം മുതൽ 18वां वचन. നമുക്കൊരു കാര്യം ചെയ്യാം. 1-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 11 വരെ വായിച്ചുകൊണ്ട് 10 മുതൽ വായിക്കാം. സക്കര്യാവ് കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ കയറി വന്നു. 10-ാം വാക്യം ധൂപം കാണിച്ചുകൊണ്ടിരിക്കുന്നു. 10. ആ ആ ആ ആ
ദൂതൻ അവനോട് പറയുവാണ്, സക്രിയാവേ നീ ഭയപ്പെടണ്ട, स्वर्गदूत उनसे कह रहा है कि तुम डरो मत, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി आपकी प्रार्थना का उत्तर आ गया है। ആ 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 ഓക്കെ. ഇനി നിൽക്കുന്നേ ഞാൻ ഇവിടെ നിന്ന് വിവരിച്ചിട്ട് അപ്പുറത്തേക്ക് വരാം. ഇനി 18 കൈ വെച്ചോണ്ടിരുന്നോണം. അതായത് സക്രിയാവ് ആലയത്തിൽ കയറി ധൂപം കാണിക്കുന്നു, ദൂതൻ ഇറങ്ങുന്നു. ദൂതൻ പറയാണ്, സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി स्वर्गदूत कह रहा है कि तुम्हारी प्रार्थना का उत्तर आया है। നിന്റെ ഭാര്യ आपका पत्नी ഒരു മകനെ പ്രസവിക്കും. एक बेटे को जन्म देगा। കുഞ്ഞ് ഇപ്പം ആത്മമണ്ഡലത്തിലാ. अब जो बच्चा आत्ममंडल में है, സക്രിയാവിന്റെ ഭാര്യയുടെ ഉള്ളിൽ പോലും വന്നിട്ടില്ല. सकरिया की पत्नी की गर्भ में भी नहीं आया है, പക്ഷേ സ്വർഗം അവന് പേരിട്ടു. लेकिन स्वर्ग उनको नाम दिया है। അവന്റെ ശുശ്രൂഷകൾ സ്വർഗം പ്ലാൻ ചെയ്തു. उनकी सारी सेवकाई को स्वर्ग ने योजना बनाया। അവൻ എന്ത് കഴിക്കുമെന്ന് സ്വർഗം കണ്ടു. जो वो खाएगा स्वर्ग ऑलरेडी प्लान। സ്വർഗത്തിലെല്ലാം പ്ലാൻഡ് ആയി കഴിഞ്ഞു. स्वर्ग में सब कुछ प्लान बन चुका है, പക്ഷെ ഇപ്പോഴും ഈ സക്രിയാവിന്റെ അകത്ത് ഇതൊന്നുമില്ല. लेकिन अब तक सकरिया को ये बात समझ में नहीं आया। ഇനി 18 വാ. अब 18 में आइए। ആ ആ ആ അല്ല പൊന്നച്ചായി, പിന്നെന്തിനാ നീ കിടന്ന് പ്രാർത്ഥിച്ചേ? ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ആരിറങ്ങി വന്നിരിക്കുക? प्रार्थना के उत्तर को लेकर स्वर्गदूत आया है। ദൂതൻ ഇറങ്ങിയതല്ലേ? दूतन आया है। ഇപ്പം പുള്ളി ചോദിക്കുന്ന ചോദ്യം എന്നാ? अब जो सकरिया क्या कह रहा है? ഞാൻ വൃദ്ധനല്ലേ, मैं तो बुढ़ा हूं, എനിക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാകത്തില്ലല്ലോ, मुझे तो बच्चा नहीं होगा, പിന്നെന്തിനാ കിടന്ന് പ്രാർത്ഥിക്കുന്നേ? तो फिर किसके लिए बात പിന്നെ प्रार्थना? ഞങ്ങൾ പ്രാർത്ഥന തൊഴിലാളി, പെന്തക്കോസ്തുകാരല്ലേ, പ്രാർത്ഥന തൊഴിലാളികളാ. तो पेंटिकोस्टल्स लोग जैसे प्रार्थना में बने रहते, പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ, ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കുക. पास्टर प्रार्थना करने के लिए बोला, इसलिए हम भी प्रार्थना करते हैं। ഞങ്ങൾക്കൊരു വിശ്വാസമില്ല. हमें कुछ भी विश्वास नहीं है, ഞങ്ങൾ രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. हमारे अंदर बिल्कुल भी विश्वास नहीं है कि हमारे अंदर जीवन में कुछ बदलाव आएगा। നിങ്ങൾ കണ്ടിട്ടുണ്ടോ? आपने कभी देखा क्या? ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഇപ്പം ഒരാന്റി വന്നിട്ട് പറയാം, പാസ്റ്ററെ എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. एक आंटी अगर उदाहरण ഉദാഹരണം, एक उदाहरण में अगर एक आंटी आके मुझसे बोल रहे कि एक मेरे हस्बैंड के लिए, मेरे पति के लिए प्रार्थना करना है, അപ്പൊ ഞങ്ങൾ ചോദിക്കും, പാവപ്പെട്ട ഞങ്ങൾ ചോദിക്കും, എന്തിനു വേണ്ടി ആന്റി പ്രാർത്ഥിക്കണ്ടേ? तो हमारे जैसे पास्टर लोग बेचारे पूछते हैं कि किस चीज के लिए प्रार्थना करना है। അദ്ദേഹം ഭയങ്കര കുടിയാ, वो बहुत दारू पीते हैं, അത് മാറാൻ പ്രാർത്ഥിക്കണം. वो इसमें बदलाव आने के लिए प्रार्थना करना है। ഞങ്ങൾക്ക് എരിവ് കയറും. हमारे अंदर एक जलन आते हैं। ഞങ്ങൾ പറയും, മദ്യപാനത്തിന്റെ സ്പിരിറ്റ്, मध्य जो ആൽക്കഹോൾ സ്പിരിറ്റ്, दारू की जो आत्मा है, get out, बाहर निकलो। ആന്റി മറിഞ്ഞു വീഴുന്നു, वो आंटी गिर जाएगी, ചാടി എഴുന്നേക്കുന്നു, फिर उठेगी, പോകുന്നു. घर जाएगी। പോകുന്ന വഴിക്ക് रास्ते में സൂസി ആന്റി ചോദിക്കും, सुसी आंटी आके पूछेगी, ഭർത്താവ് വല്ല മാറ്റമുണ്ടോ? पति को कुछ बदलाव है? അങ്ങേര് നന്നാകുകയല്ലെന്ന്. वो तो कभी बदलेगा नहीं, പിന്നെ ഞങ്ങളുടെ മുമ്പിൽ എന്തിനാ വന്നേ? तो फिर क्यों हमारे सामने आया है? ഞാൻ പൊക്കോട്ടെ. ഈ വന്ന് നിൽക്കുന്ന ഒറ്റ ഒരെണ്ണത്തിന് എന്തില്ല? जो भी आपके सामने खड़ा है, അപ്പച്ചൻ പറയുക സക്രിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നോളുവല്ലോ എന്ന് പറഞ്ഞു. 19 വാക്യം, ദൂതൻ അവനോട്, ഇതിനർത്ഥം എന്നാണെന്നറിയാമോ? നീ നിന്റെ കുഞ്ഞിനെ ഇതുവരെ കണ്ടിട്ടില്ല. इसकी मतलब क्या है? आप अब तक आपका बच्चा को नहीं देखा, ഞാൻ അവനെ കണ്ടേച്ചാ വന്നത്. मैं उनको देख कर आया हूं। നിന്റെ ഭാര്യ ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ല. आपकी पत्नी अब तक गर्भवती नहीं है। പിതാവിന്റെ സന്നിധിയിൽ അവനെ ഞാൻ കണ്ടേച്ചാ വന്നത്. लेकिन मैं पिता की उपस्थिति में इनको देख कर आया है। അവന്റെ പേരെനിക്കറിയാം. इनका
उनका नाम मुझे मालूम है, അവന്റെ ശുശ്രൂഷ എനിക്കറിയാം, उनका सेवकाई मुझे मालूम അവൻ है, എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. वो क्या क्या करेगा मुझे मालूम है. ഹല്ലേലൂയ. हालेलुया. ആത്മമണ്ഡലത്തിൽ आत्ममंडल में ഇതെല്ലാം റെഡിയായി കഴിഞ്ഞു. ये सब तैयार हो चुके हैं, ഇനി താഴോട്ട് വന്നാ മതി. ये सिर्फ नीचे उतरना है. हालेलुया. എന്റെ കൂടെ ഉണ്ടോ? आप मेरे साथ हैं. ഇതുപോലെയാണ് ऐसे है നൂറ്റാണ്ടുകൾക്ക് മുമ്പ് जो 100 सालों पहले പിതാവ് പുത്രനോട് പറയാണ്, ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്ന് പറഞ്ഞ കാര്യം पिता पुत्र से कह रहे थे कि ये मेरा प्रिय पुत्र है. ആര് കേൾക്കുക? वही बात किसने सुना है? കാട്ടിൽ കിടന്ന കിന്നരം വായിച്ച ദാവീദ് ഇത് കേൾക്കുക. जंगल में जो इंस्ट्रूमेंट बजा रहा था दाऊद सुना था. എന്നിട്ടും കിട്ടുന്നില്ല. നമുക്കൊരു വചനമില്ലേ പാസ്റ്ററെ, ലോക സ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് കേട്ടിട്ടില്ലേ? आपने नहीं सुना है कि वचन में लिखा है कि जगत की उत्पत्ति के पहले तोड़ा गया काटा गया है परमेश्वर का भेड़. എന്തിനു വേണ്ടി അറക്കപ്പെട്ടത്? മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തിനു വേണ്ടി അറക്കപ്പെട്ടത്? किस चीज के लिए इसको तोड़ा गया है? വീണ്ടും വചനമില്ലേ, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നിങ്ങളെ തെരഞ്ഞെടുത്തെന്ന് എഴുതി വെച്ചിട്ടില്ലേ? फिर भी वचन में लिखा है कि जगत की उत्पत्ति के पहले परमेश्वर ने आपको चुन लिया है. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തെന്നോ? मेरा उत्पत्ति के पहले, मेरा जन्म होने के पहले परमेश्वर मुझे चुन लिया है. നിങ്ങളുടെ പപ്പായുടെ മമ്മിയുടെ കല്യാണത്തിന് മുമ്പ് आपकी पिता और माता की शादी के पहले ക്രിസ്തുവിൽ നിന്നെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് यीशु मसीह में आपको चुन लिया है. അത് ഈ 2000-ലായിരിക്കും നീ അറിഞ്ഞത്. आप शायद इसकी बात के बारे में आपको जानकारी मिला 2000 में. അന്ന് നീ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന്. आप उसी दिन बोला है कि मैं उद्धार पाया है. പക്ഷേ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ लेकिन सेंचुरीज पहले ഇത് റെക്കോർഡാണ്. ये पूरा रिकॉर्ड में ഓ, आया. നിന്റെ വിടുതൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. सारे बातों रजिस्ट्री में आ गया. നിന്റെ വിടുതൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ये सब योजना बन चुका है. शाबाना हसलाना. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സിനിമ അങ്ങ് പിടിക്കാൻ തീരുമാനിച്ചു. हमने एक सिनेमा बनाने के लिए प्लान किया. ഇവനാണ് നായകൻ, ये बन जाएगा हीरो, ഇതാണ് വില്ലൻ. ये बन जाएगा विलन. ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല ആരാ ജയിക്കുന്നെന്ന്. इन दोनों को नहीं पता है कि किसमें कौन जीतेगा. ഞങ്ങൾ രണ്ടിനും അറിയാം, സ്ക്രിപ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. लेकिन हम दोनों को पता है क्योंकि इसका पूरा स्क्रिप्ट हमारे पास है. ഇദ്ദേഹത്തിന് എത്ര വണ്ണം ഉണ്ടെങ്കിലും, इनको जितना भी वो मोटा होगा, എത്ര കാട്ടാ കുസ്തി കാണിച്ചാലും जितना भी वो कुश्ती दिखाएगा, അദ്ദേഹം അവസാനം, വില്ലൻ അവസാനം പരാജയപ്പെടും. विलन आखिरी में हार जाएगा. കാരണം സ്ക്രിപ്റ്റ് ഞങ്ങളാ എഴുതിയത്. क्योंकि स्क्रिप्ट हमने लिखा है. ഇവൻ ആരോഗ്യം കാണത്തില്ല, उनको ज्यादा ताकत नहीं होगा, ഇവന് കരോട്ട അറിയത്തില്ല. इनका कराटे नहीं मालूम होगा. പക്ഷെ ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചു. लेकिन हमने स्क्रिप्ट लिखा ഇവൻ है. ജയിക്കണം. वो जीतना है. സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ്, सूरज की उत्पत्ति के पहले, ചന്ദ്രൻ ഉണ്ടാകുന്നതിന് മുമ്പ്, चांद की उत्पत्ति के पहले, നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, तारों की उत्पत्ति के पहले, പുല്ലും പറക്കാരെ ഉണ്ടാകുന്നതിന് മുമ്പ് घास को शुरू होने के पहले കർത്താവ് സ്ക്രിപ്റ്റ് എഴുതി വെച്ചു. परमेश्वर ने स्क्रिप्ट लिखा നീ है. ധനശുഭരത്ത് ജയിക്കണം, आप धनवत्सर में जीत जाना है, നീ വിജയിക്കണം. आप जय पाना है. ആ സ്ക്രിപ്റ്റ് അടങ്ങിയ റിപ്പോർട്ടാണ് ഈ പുസ്തകം. वो स्क्रिप्ट की रिपोर्ट है आज की किताब. ഇത് എപ്പോഴൊക്കെ നീ വായിക്കുമോ जब भी आप इसको पढ़ोगे അപ്പോഴൊക്കെ നീ അറിയണം, तभी आपको समझ में आना നീ चाहिए ജയിക്കാൻ പോവാ. आप जीतने वाला है. ഇത്രയും ഉദാഹരണം പറഞ്ഞിട്ടെങ്കിലും പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. नए उदाहरण बताने के बाद कम से कम मैं विश्वास करता हूँ कि आपको समझ में आया है. ദാവീദ് ജനിച്ചതിന് ശേഷം दाऊद की जन्म होने के बाद, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് सालों के बाद യേശു വരേണ്ടത്. यीशु मसीह को दुनिया में आना है. പക്ഷെങ്കിൽ लेकिन യേശുവിന്റെ സ്നാനത്തിന്റെ ദൂത് പോലും, यीशु मसीह की बपतिस्मा के दिन की संदेश भी മുന്നമേ കർത്താവ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. सालों पहले परमेश्वर ने स्क्रिप्ट बना कर रिकॉर्ड किया. അത് പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്ന अगर आप पवित्र आत्मा के साथ चलना शुरू करोगे, ദാവീദിന് മനസ്സിലായപ്പം, ദാവീദിന് അത് മനസ്സിലായപ്പോ दाऊद को ये बात को समझ में आया. ദാവീദ് പ്രഖ്യാപിക്കുക, दाऊद बोलने लगा, അത് പുത്രനോട് പറഞ്ഞതല്ലെന്ന്, वो
पुत्र के लिए नहीं बोला गया, അത് യേശുവിനോട് പറഞ്ഞതല്ലെന്ന്, यीशु मसीह का संदेश नहीं, അതെന്നോട് പറഞ്ഞതാണെന്ന്. संदेश मेरा संदेश है, मेरे लिए आया संदेश है. പഴയ നിയമത്തിൽ ആരും പുത്രത്വം പ്രാപിച്ചിട്ടില്ല. पुराने में किसी भी पुत्र की वो आत्ममंडल तक नहीं आया है. പഴയ നിയമത്തിൽ മുഴുവൻ പേരും ദാസന്മാരായിരിക്കുക കാലഘട്ടത്തിൽ. पुराने में सब कुछ सब लोग दासी दास था. ദേന്റെ ഒരുവൻ പറയുക, അവൻ എന്നോട് പറഞ്ഞു നീ എന്റെ പ്രിയ പുത്രൻ. लेकिन दाऊद कह रहा है कि परमेश्वर मुझसे कहा है कि तुम मेरा प्रिय पुत्र है. ഹല്ലേലൂയ. हालेलुया. ഈ സത്യം നിങ്ങൾക്ക് അകത്ത് പിടികിട്ടിയാൽ, अगर ये सच्चाई आपके अंदर हालेलुया प्रवेश हो जाएगा तो ദാവീദ് പറയാണ് ഞാൻ ഈശായുടെ മകനാ. दाऊद कहते हैं कि मैं ईसाई की बेटा हूं, പക്ഷെ കർത്താവിനോട് പറഞ്ഞു लेकिन परमेश्वर मुझसे ഞാൻ कहा, അവന്റെ മകനാ. मैं उनका पुत्र हूं. പുതിയ നിയമത്തിലെ नया नियम में ഒരു ചെറിയ പാർട്ട്, एक छोटा सा हिस्सा, ഒരു ചെറിയ മൈക്രോ പാർട്ട് एक छोटा सा हिस्सा പരിശുദ്ധാത്മാവ് पवित्र आत्मा ദാവീദിന്റെ കൈ കൊടുത്തു. दाऊद के हाथों में दिया है. അത് പിടിച്ചുകൊണ്ട് ദാവീദ് രാജാവായി മാറി. इसको लेकर दाऊद राजा बन गया. ആഹാ. ഒരു ചെറിയ രഹസ്യം മതിയെന്ന് നിജയിക്കാൻ. പാസക്ക് പിടി കിട്ടിയോ? आमेन. हालेलुया. എനിക്ക് തോന്നുന്നു ഈ രഹസ്യം അകത്ത് കിട്ടിയതോടുകൂടെ जब एक गुप्त की बात मेरे अंदर आया, ദാവീദ് ചാർജായി. मैं दाऊद पूरा पवित्र आत्मा से भर गया. ഞാൻ ആരാ? मैं कौन हूं? ദൈവത്തിന്റെ മകൻ. परमेश्वर का पुत्र. ഞാൻ ആരാ? परमेश्वर का पुत्र. ദൈവത്തിന്റെ മകൻ. परमेश्वर का पुत्र. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ऐसे सोच के जब बैठते थे, ഒരു കടുവ വരുന്നേ, एक एक सिंह आ रहा था, വലിച്ചങ്ങ് കീറി. उन्होंने फाड़ दिया. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാ जब ऐसे सोच के बैठते थे, കരടി വരുന്നേ, भालू आया, വലിച്ചു കീറി. ऐसे फाड़ दिया. നിങ്ങൾക്കറിയാം, ഒരു ചെറിയ രഹസ്യം നിന്റെ അകത്ത് കിട്ടിയാൽ अगर एक छोटे से गुप्त आपके अंदर आएगा, നീ പരാജയപ്പെടത്തില്ലെന്ന്. आप कभी हार मानेगा नहीं. പാസ്റ്ററെ, ഈ രഹസ്യം അകത്ത് കേറിയിട്ട് जब एक गुप्त के बाद अंदर आया, സഹോദരന്മാരെ തപ്പി ഇറങ്ങുമ്പോൾ സഹോദരന്മാരെല്ലാം കട്ടയ്ക്ക് മറഞ്ഞിരിക്കുക. अपने भाइयों को ढूंढ के आया, वो सब लोग छिप गया था. എന്താ കാരണം എന്നറിയാമോ? क्यों? താഴ്വര വലിയൊരുത്തം വന്നിരിക്കുക, ഗോലിയാത്ത്. जो जो वो युद्ध भूमि में एक बड़ा सा एक खड़ा है गोलियात. ഒറ്റ ഒരുത്തൻ एक व्यक्ति ഒരു രാജ്യത്തെ കിടികിട പറപ്പിച്ചോണ്ടിരിക്കുക. पूरा देश को हिला रहा है. ആ ഗോലിയാത്തിനെ പേടിച്ച് എല്ലാവരും മതിലിന് മറിഞ്ഞിരിക്കുക. एक गोलियात से डरपोक के बन के सारे लोग दीवार के पीछे छिपा हुआ है. അകത്ത് വെളിപ്പാട് കത്തിയ ദാവീദ് अंदर प्रकाशित की बात की, ഡാൻസ് ചെയ്താ വരുന്നേ. वो नाच के आया है. എന്നെ ഇവിടുത്തെ വിഷയം, क्या है समस्या? താഴ്വരയിൽ ഒരുത്തൻ കിടന്നു ഞങ്ങളെ വെല്ലുവിളിക്കുന്നു. एक जो व्यक्ति है हमें चैलेंज दे रहा है, ദാവീദ് धमकी दे रहा है. ദാവീദ് ഇങ്ങനെ തുള്ളിച്ചെടുത്ത് അവനെ അടിച്ചാൽ എന്നാ തരും? वो दाऊद उनसे पूछा कि उनको मारोगे तो क्या मिलेगा? ചേട്ടൻ പറഞ്ഞു വീട്ടിൽ പോടാന്ന് പറഞ്ഞു. भाई बड़ा भाई ने बोला कि घर जाओ तुम. അടുത്തവന്റെ അടുത്ത് ചെന്നു, അടുത്ത വ്യക്തിയുടെ അടുത്ത് ചെന്നു. उनके दूसरे भाई के पास गए. അവനെ അടിച്ചാൽ എന്നാ തരുമെന്ന് ചോദിച്ചു. उनको अगर मार डालोगे तो मुझे क्या देगा? അവൻ പറഞ്ഞു വീട്ടിൽ പോടാന്ന് പറഞ്ഞു. वो बोले कि घर जाओ तुम. ഈ സംസാരം എവിടെത്തിയെന്നറിയാമോ? ये बात बोल के किसके पास आया? കൊട്ടാരത്തിലെത്തി. वो राजमहल तक आया. രാജാവ് മുട്ടടിച്ചിരിക്കുക. तो राजा शाऊल पूरा डरपोक बन के बैठे हैं. ഏതായാലും ഞാൻ ചാകുന്നതിന് പകരം അവൻ അങ്ങ് ചത്താ മതി. उन्होंने सोचा कि आखिरी एक कोशिश है, मुझे मारने के पहले उनको मारने दे. അവനെ അങ്ങ് വിട്ടേക്കാമെന്ന് പറഞ്ഞു. शाऊल ने सोचा कि उनको युद्ध भूमि में भेजता हूं. ശൗൽ പോകുന്നതിന് മുമ്പ് ഏതായാലും ഒരു ഉപകാരം ചെയ്തു. शाऊल एक अच्छी बात किया है. ശൗലിന്റെ പടച്ചട്ട എല്ലാം കൂടെ ആരുടെ കൈ കൊടുത്തു? उनकी जब पूरा जो युद्ध की हथियार उनको दिया है, ഈ വെളിപ്പാട് പ്രാപിച്ചവന് जो इनके अंदर प्रकाशित हो गया है. ശൗലിന്റെ പടച്ചട്ട പറ്റത്തില്ല. शाऊल की हथियार ठीक नहीं लगता है. നടന്നു നോക്കിയിട്ട് ഒരു സുഖം കിട്ടുന്നില്ല. चलते वक्त अच्छा नहीं लग रहा. ഇതെല്ലാം കൂടെ വലിച്ചു പറിച്ച് ആര് കളഞ്ഞു? ये सब निकाल के उन्होंने फेंक दिया. ദാവീദ് എടുത്ത് എറിഞ്ഞു. उन्होंने सब फेंक दिया. ദാവീദ് പറഞ്ഞു എനിക്ക് നിന്റെ പടച്ചട്ടയൊന്നും വേണ്ട, दावीद ने कहा कि मुझे तुम्हारे हथियार का ഞാൻ അവനെ തല്ലാൻ പോവാ. मैं उनको मारने वाला हूं. ദാവീദിന്റെ വരവ് കണ്ടപ്പോ
दाऊद की जो जो आगमन को देखकर ഗോലിയത്ത് എന്താ പറഞ്ഞേ? गोलियत ने क्या कहा? പറഞ്ഞു നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? ഗോലിയത്ത് എന്താ പറഞ്ഞേ? गोलियत ने क्या कहा? आपको याद है तो बताइए। ദാവീദ് വരുന്ന വഴിക്ക് എന്നറിയാമോ? ആ തോട്ടിനകത്തുനിന്ന് 5 കല്ലൂടെ എടുത്തോണ്ടാ വരുന്നേ. उन्होंने जो जो नदी है वहां से 5 पत्थर उठाया। കല്ലൊക്കെ എടുത്തിട്ട് ഇട്ടോണ്ട് വരുമ്പോഴത്തേന് ഗോലിയത്ത് എന്താ പറഞ്ഞേ? वो ये बातों को देखकर गोलियत ने പറ कहा, പറ 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 ഞാൻ ആരാ? നായാണോന്ന്. मैं कौन हूं? कुत्ता है क्या? ഇത്ര നേരം ഇവൻ ആരാന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. इतने टाइम तक वो कौन बन के ഞാൻ खड़े थे? യോദ്ധാവാണെന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. मैं एक योद्धा है। വെളിപ്പാട് പ്രാപിച്ചവൻ വന്നപ്പം പറയുവാ, जब प्रकाशित प्राप्त हुआ व्यक्ति आया ആ യോദ്ധാവ് പറയും ഞാൻ എന്നാണ് നായാണോന്ന്. तो गोलियत कहने लगा कि मैं कौन है? कुत्ता है क्या? നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല പാസ്റ്റർ, ഇവർക്ക് പിടികിട്ടുന്നില്ല. हालेलुया। അതായത് വെളിപ്പാടില്ലാത്തവന്റെ മുമ്പിൽ जो जिसके अंदर प्रकाशित नहीं है ഇങ്ങനെ വലിയ യോദ്ധാവായിരുന്നു. वो बहुत बड़ा योद्धा बन के खड़ा था। വെളിപ്പാട് പ്രാപിച്ചവന്റെ മുമ്പിൽ जब जो प्रकाशित प्राप्त हुआ व्यक्ति आया ഇവനിപ്പം താഴെ പോയി. उन्होंने नीचे हो गया। നിങ്ങൾ എന്തേലും നായ AK-47 കൊണ്ട് കൊന്നിട്ടുണ്ടോ? आज तक किसी ने एक कुत्ता को AK-47 से मारा है क्या? നീ നായാണ്, നിനക്ക് കല്ലാ പറ്റം. अगर वो कुत्ता है तो उनको मारने के लिए നിന്റെ വരവ് കാണുമ്പോ तुम्हारे आगमन को देखकर പിശാചിന്റെ പേര് മാറ്റും. पिशाच शैतान आपके नाम भूल गया। സാത്താൻ പറയും शैतान कहेगा ഞാൻ പരാജയപ്പെട്ടവനാണെന്ന്. मैं हार माना हुआ व्यक्ति हूँ। നമ്മൾ എന്നാ പറഞ്ഞോണ്ട് വരുന്ന അറിയാവോ പാസ്റ്ററെ? हम क्या बोल के आते हैं मालूम है क्या पास्टर? ഏഴയാണേ, मैं तो एक छोटा व्यक्ति हूँ। പൊടിയാണേ, मैं एक धूल हूँ। കുപ്പിച്ചില്ലാണേ, मैं तो टूटा हुआ। കരിയിലയാണേ. आमेन। നമ്മൾ പറയാ കർത്താവേ ഞാൻ ഏഴയാണേ, കൃമിയാണേ, പൊടിയാണേ. ഏഴ കൃമിയും പൊടി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? हालेलुया। അവൻ പറയണം നിങ്ങളെ നോക്കി എന്നാ പറയണം? അവന്റെ പേര് മാറ്റണം. അവൻ वो आपको देखकर वो अपने नाम को बदलना चाहिए। ഓ പാസ്റ്റർ ഡാസാന അങ്ങ് കറങ്ങി മണ്ടേ കയറി. ഓ റബലക ഷാൻഡറബ. ഇന്ന് രാത്രി എത്ര പേര് ഈ വെളിപ്പാടുകൾ പ്രാപിക്കും? हालेलुया। ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്നാൽ अगर पवित्र आत्मा के साथ आप चलना ഇതുപോലെ സീക്രട്ടുകൾ നിങ്ങൾക്ക് തരും. ऐसे गुप्त की बात तो आपके अंदर खुल के मिलेगी। ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് എഴുന്നേറ്റ് നിന്നേ. सब लोग आंखों को ഒരു മഹിമയും മേഘം നിഞ്ചനത്തെ മൂടുതേ ഒരു മഹിമയും മേഘം இந்த இடത്തെ ഒരു മഹിമയും മേഘം ജനത്തെ മൂടുതേ ഒരു മഹിമയിൻ മേഘം இந்த இடத்தை മൂടുതേ. ഈ രാത്രി ഞാനൊരു 10 മിനിറ്റ് കൂടെ ഞാൻ നിനക്ക് വേണ്ടി എടുക്കുക. പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തു? അത് ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങളെ അവൻ ആവശ്യമുണ്ട്. ഫസ്റ്റ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. जो जितने लोग चाहते हैं कि पवित्र आत्मा के साथ मुझे एक रिश्ता चाहिए, मैं ये नहीं कहना चाहता हूं कि मैं ये बात को सिखाने की वजह से आपके अंदर पवित्र आत्मा के साथ रिश्ता आएगा, नहीं। लेकिन अगर आप दिल से चाहते हैं तो आपको मिलेगा। പരിശുദ്ധാത്മാവിന് നിങ്ങളെ ആവശ്യമുണ്ട്. पवित्र आत्मा को आपकी जरूरत है। നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ആഗ്രഹിക്കാമോ? आप दिल से आप इच्छा कर सकते हो। നിങ്ങളുടെ വലതുകരം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് आपके हाथों को दिल में रखे, दाहिने हाथ में। നിങ്ങളൊന്ന് പറഞ്ഞേ, പ്രിയ പരിശുദ്ധാത്മാവേ, प्रिय पवित्र आत्मा, എനിക്ക് നിന്നെ അറിയണം. मैं जानना चाहता हूँ आपको। എനിക്ക് നിന്റെ കൂടെ നടക്കണം. मैं आपके साथ चलना चाहता हूँ। എനിക്ക് നിന്റെ കൂടെ ഉറങ്ങണം. मैं आपके साथ लेटना चाहता हूँ, सोना चाहता हूँ। എനിക്ക് നിന്റെ കൂടെ ഇരിക്കണം. मैं आपके साथ बैठना चाहता हूँ। എനിക്ക് നിന്റെ കൂടെ मैं आपके साथ എന്റെ ജീവിതം മുഴുവൻ നിന്റെ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുക. मेरा पूरा जीवन मैं आपके हाथों में समर्पित करना चाह रहा हूँ। എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? कितने लोग वैसे चाहते हैं? ഇത്
ഇതെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ഈ പറയുന്നത്. ये जो बात में आप लोग कह रहा है मुझे खुशी करने के लिए थोड़ी, നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണെങ്കിൽ अगर आपके हृदय की गहरा से कहना चाहते हैं, ഈ മിനിറ്റ് മുതൽ अब की वक्त से അദ്ദേഹം നിന്നെ തൊടാൻ പോവാ. वो व्यक्ति आपको छूने वाला है. അപ്പോസ്തലന്മാരുടെ കൂടെ നടന്നവർ, അപ്പോസ്തലന്മാരുടെ കൂടെ നടന്നവൻ, जो अप्रेरितों के साथ चलते थे, ഉണർവിനെ കൊണ്ടുവന്നവൻ जो बेदारी को लाया है, നിന്റെ കൂടെ നടക്കാൻ പോവാ. वो व्यक्ति आपके साथ भी चलना ഈ चाहता है. ട്രിവാൻഡ്രം പട്ടണം അത് കാണാൻ പോകുന്നു. वो तिरुवनंतपुरम की शहर ये बात को देखने ഈ वाला, കേരളം അത് കാണാൻ പോകുന്നു. केरल की राज्य ये बात को देखने वाला, ഈ രാജ്യം അത് കാണാൻ പോകുന്നു. देश से बात को देखने वाला, ഈ വേൾഡ് അത് കാണാൻ പോകുന്നു. दुनिया ये बात को देखने वाला है. ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. मैं एक आवाज को सुन रहा है अभी. പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന വ്യക്തി എങ്ങനെ ഇരിക്കുമെന്ന് जो पवित्र आत्मा जिसको उपयोग करते हैं उनको कैसे दिखते हैं, ലോകം ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. दो लोग अब देखने वाला है. നിങ്ങൾക്ക് പറയാമോ അത് ഞാനാണെന്ന്? आप कह सकते हो वो व्यक्ति मैं हूँ. അങ്ങനെ വിശ്വസിക്കുന്നവർ ആ വലതുകരം മാറോട് ചേർത്ത് പിടിച്ച് പറഞ്ഞേ, കർത്താവേ ഞാൻ റെഡിയാണ്. ऐसे विश्वास करते हो तो हृदय को हाथ को दिल में रखे बोलिए मैं तैयार हूँ. ഇതിനകത്ത് പഠിക്കുന്നവർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു ട്യൂഷൻ ടീച്ചറുടെ പേര് ഞാൻ പറയാം, ഹോളി സ്പിരിറ്റ്. ഇതിനകത്ത് പാചകം ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നല്ലൊരു പാചകക്കാരന്റെ പേര് ഞാൻ പറയാം, ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ഏത് ഇന്റർവ്യൂവിനാണോ അറ്റൻഡ് ചെയ്യേണ്ടത് അതിനകത്തുള്ള ചോദ്യങ്ങൾ അവൻ നിങ്ങൾക്ക് രഹസ്യമായിട്ട് കൈമാറി തരും. പരിശുദ്ധാത്മാവില്ലാതെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. എത്ര പേര് ആഗ്രഹിക്കുന്നു, എത്ര പേര് ആഗ്രഹിക്കുന്നു? ആത്മാർത്ഥമായിട്ട് ഒരു മഹിമയും മേഘം இந்த இடத்தை மூடுதே, ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே, ஒரு மகிமையின் மேகம் என் ஜனத்தை மூடுதே, ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே, விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ, விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ, ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே, மகிமை ஆவியானவரே, அன்பின் ஆவியானவரே, வல்ல ஆவியானவரே, தெளிவின் ஆவியானவரே, ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே, ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே, ஒரு மகிமையின் മേഘം വേഗത്തിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. இந்த இடத்தை മൂടുതേ, ആ മേഘം ഇന്ന് ഞങ്ങളുടെ മേൽ തുറന്നു ഒരു വരട്ടെ. മഹിമയിൻ മേഘം ഇസ്രായേൽ ജനത്തിന്റെ മേൽ എൻ ജനത്തെ രാവും പകലും വിലകാത മേഘം നീ, വിളിച്ചു പിടിക്കപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം വിലകാത മേഘം നീ, യോശുവയ്ക്ക് യുദ്ധമുറ പറഞ്ഞു കൊടുത്ത അതേ പരിശുദ്ധാത്മാവിന്റെ വിലകാത ഇടപെടൽ. മേഘം നീ, മുൻ സെല്ലും മേഘം നീ, ശലോമോന് ആലയം പണിയാൻ മേഘം നീ, ജ്ഞാനം പറഞ്ഞു കൊടുത്ത, പ്ലാൻ വരച്ചു കൊടുത്ത, ഓ അലങ്കാരങ്ങൾ ചെയ്യാൻ അൻപിൻ ആവിയാനവരേ, വല്ല ആവിയാനവരേ,
परमेश्वर, आज मैं इन सभी लोगों के लिए प्रार्थना करता हूँ परमेश्वर, जैसे आज हम वचन से सुना है वैसे हालेलुया आमीन पवित्र आत्मा की साथ साथ चलने के लिए, हालेलुया पवित्र आत्मा के साथ एक साथी बनकर जीने के लिए हमारे जीवन में, हालेलुया परमेश्वर का द्वार खोलिए परमेश्वर, स्वर्गीय खिड़की, पवित्र आत्मा की उपस्थिति के स्वर्गीय खिड़की हमारे ऊपर खुला रहने के लिए, जितने लोग ये मीटिंग में जुड़ा है हालेलुया सबकी हालेलुया व्यक्तिगत जीवन में हालेलुया पवित्र आत्मा के साथ साथ चलने के एक आत्ममंडल खोलने के लिए प्रार्थना करता हूँ। यीशु मसीह के नाम से सभी जन को मैं आशीष करके प्रार्थना करता हूँ परमेश्वर, हालेलुया सबकी जीवन को बदलिए पवित्र आत्मा की मदद के द्वारा, हालेलुया नया नया हालेलुया आमेन जीसस हालेलुया मार्गों खोल दीजिए पवित्र आत्मा की मदद के द्वारा परमेश्वर। प्रार्थना सुनने के लिए धन्यवाद यीशु मसीह के नाम से, आमेन 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 जीसस हालेलुया। परमेश्वर सबको